ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവരും കർത്താവിലെ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ചാനലിലൂടെ കടന്നു വരുന്ന ഓരോ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മീക ജീവിതത്തിൻ്റെ ഉത്തേജനത്തിനും കർത്താവിനോട് നിങ്ങളെ അടുപ്പിക്കുന്നതിന് മുഖാന്തരവുമായി തീരുമെന്ന് ഞങ്ങൾ നിങ്ങളുടെ പ്രതികരണങ്ങളിലൂടെ ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. കർത്താവ് നിങ്ങളെയൊക്കെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ആൻറ്റിയാണ് കടന്നു വന്നിരിക്കുന്നത്. തൻ്റെ അഭിപ്രായമായ സമയത്ത് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം അനേകരോട് പറയണമെന്ന് കർത്താവിൻ്റെ ദാസിക്ക് വലിയ ആഗ്രഹമുണ്ട്. അത് കേൾവിക്കാരുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ആ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് പ്രിയ കർത്താവിൻ്റെ ദാസി സൂസൻ ആൻറ്റിയെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ് ആൻറ്റി, എന്തുകൊണ്ട് സന്തോഷമായിരിക്കുന്നോ? സന്തോഷമായിരിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ശാരീരികമായ ക്ഷീണങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാമെങ്കിലും ആൻ്റിയുടെ ആഗ്രഹം സ്വർഗത്തിലെ ദൈവം മാനിച്ച് ഇത്രത്തോളം ആക്കിയല്ലോ. കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ കേൾവിക്കാർക്ക് വലിയ അനുഗ്രഹമായി തീരും. ആ ജീവിത അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നപ്പാ, സ്തുതിക്കുന്നപ്പാ. അങ്ങയുടെ മഹാനാമത്തിനായി നന്ദി കർത്താവേ. ഹല്ലേലൂയ. പ്രിയാൻ്റിയുമായി ദൈവപാദപീഠത്തിൽ അടുത്തു വരുന്ന കർത്താവിൻ്റെ ദാസ്യ ദൈവം ബലപ്പെടുത്തണമേ. നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ സംസാരിപ്പാനുള്ള എല്ലാ കൃപയും നിൻ്റെ ദാസിയുടെ മേല പരിശുദ്ധാത്മാവ് കൊടുക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കേൾവിക്കാരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമാകുവാൻ അങ്ങയുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടുവാൻ പരിശുദ്ധ കർത്താവ് സഹായിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. ഓക്കെ ആൻറ്റി, ഇനിയുള്ള സമയം ഞാൻ ആൻറ്റിക്ക് നൽകി തരികയാണ്. ആൻറ്റിയുടെ ജീവിതത്തിൻ്റെ അനുഭവം ആൻറ്റിക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. വെൽക്കം ആൻറ്റി. ഞാനൊരു എനിക്ക് ഒത്തിരിയും പാട്ടുകൾ ദൈവം തന്ന എൻ്റെ ജീവിതത്തിൽ അതിൽ ഞാൻ 2 ലൈൻ പാടുവാൻ ആഗ്രഹിക്കുന്നു. പാടിക്കോട്ടെ. യെസ്. രക്ഷിതാവേ, നിന്നെ സ്തുതിച്ചിടുവാൻ നിൻ കൃപ തന്നെന്നെ നിറയ്ക്കണമേ. രക്ഷിതാവേ, നിന്നെ സ്തുതിച്ചിടുവാൻ നിൻ കൃപ തന്നെന്നെ നിറയ്ക്കണമേ. നിൻ വചനങ്ങളെ ഉള്ളിലാകുമ്പോൾ ആത്മസന്തോഷത്താൽ ഞാൻ ആനന്ദിച്ചിടും. നിൻ വചനങ്ങളെ ഉള്ളിലാകുമ്പോൾ ആത്മസന്തോഷത്താൽ ഞാൻ ആനന്ദിച്ചിടും. യേശുവേ, നിൻ പാദത്തിൽ ഞാൻ വന്നിടുമ്പോൾ നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ. നിന്റെ രക്തത്താൽ ഞാൻ ശക്തിയായി തീർന്നു. നിൻ വരവിനെന്നെ ഒരുക്കണമേ. യേശു രക്ഷിതാവേ, നിന്നെ സ്തുതിച്ചിടുവാൻ നിൻ കൃപ തന്നെന്നെ നടത്തണമേ. കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ഉപകാരത്തിനും ദൈവത്തെ സ്തുതിപ്പാനും അദ്ദേഹത്തിന്റെ മഹിമകളെ കുറിച്ച് വർണ്ണിപ്പാനും അത്ഭുത പ്രവൃത്തി വിവരിപ്പാനും ചെയ്യുന്നതായ എല്ലാ കൃപകൾക്കായും കർത്താവിന് നന്ദി കരയറ്റുകയും അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്നതായ എൻ്റെ പ്രിയ സഹോദരങ്ങൾക്കും എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ പ്രിയ ജനങ്ങൾക്കും നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. കർത്താവിന് സ്തോത്രം സ്തോത്രം. ദൈവം ഇത്രത്തോളം എന്നെ നടത്തിയതും എന്നെ ഇതുവരെയും ജീവിപ്പിച്ചു വെച്ചിരിക്കുന്നതും എൻ്റെ ദൈവത്തിന്റെ മഹാകരുണയും ദയയും കൃപയും അതൊന്നു മാത്രമാവും. എന്നിൽ യാതൊരു നന്മയും ഇല്ല എങ്കിലും കർത്താവ് എന്നെ മുന്നമേ കണ്ടിരുന്നു. ബാല്യകാലം മുതൽ ഇന്നയോളം കർത്താവ് നടത്തി ആ അത്ഭുതങ്ങളെ വർണ്ണിപ്പാൻ എനിക്ക് നാവുകൾ പോരാ. എന്നെ ബലപ്പെടുത്തുന്നു. ദൈവത്തിന് ഞാൻ നന്ദി കരയേറ്റുന്നു. തന്നെയുമല്ല, ഉരിയാട കഴുതയെ കൊണ്ട് സംസാരിപ്പിച്ചവനായ കർത്താവ് എൻ്റെ നാവോടും കൂടെ ഇരുന്ന് ദൈവം എനിക്ക് ബലവും ശക്തിയും തരുമെന്ന് ഞാൻ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നു. ഞങ്ങളുടെയും പ്രാർത്ഥനകളെ ചോദിച്ചുകൊള്ളുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം സ്തോത്രം. നന്ദി കരയേറ്റുന്നു. ഞാൻ ബാല്യകാലത്തിൽ എനിക്ക് എൻ്റെ 5 വയസ്സ് 6 വയസ്സുള്ളപ്പോഴേ എനിക്കൊരു
ഒരു സ്മോൾ പോക്സ് വന്നു. മസൂരി അന്നത്തെ കാലത്തൊന്നും ചെറുപ്രായത്തില് അന്ന് മരുന്നോ വൈദ്യനോ യാതൊരു കാര്യങ്ങളും ഇല്ലാത്ത സമയം ആളുകൾ പേടിച്ച് നടക്കുന്നതായ ഒരു സാഹചര്യമായിരുന്നു. എൻ്റെ അമ്മച്ചിക്കും എൻ്റെ ഞങ്ങള് 3 സഹോദരങ്ങളാണ്. അതിൽ മൂത്തത് എൻ്റെ നേരെ മൂത്തത് അച്ചാച്ചന് ആങ്ങളെയും മൂത്തത് സഹോദരിയും, ഞങ്ങൾ 3 മക്കള്. അതിലിളയത് ഞാൻ. ആ 3 പേർക്കും അമ്മച്ചിക്കും ഉണ്ടായിരുന്നു. അവര് 3 പേരും സുഖമായി. അതിനുശേഷവും 10-40 ദിവസമായിട്ടും എന്റെ അസുഖം മാറാതെ അത് വലിയ വ്രണങ്ങളായി അങ്ങനെ ആയി. എല്ലാവരും വല്യമ്മച്ചി എല്ലാരും ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് എല്ലാരും പേടിച്ചിരുന്നു. എന്നാൽ അത്ഭുതവാനായ കർത്താവ് അടിയനെ മുന്നമേ കണ്ടിരുന്നതിനാൽ അത്ഭുത സൗഖ്യം തന്നു. അതിനായി ദൈവത്തിന് നന്ദി ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എൻ്റെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങള് 3 സഹോദരങ്ങളാണ്. എന്നാൽ പാരമ്പര്യമായി ഉള്ള യാക്കോബ സമുദായത്തിൽ അതിന്റെ കെട്ടുപാടിൽ നിന്ന് ഞങ്ങൾ വളരുകയും എന്നാൽ ആ ജീവിതത്തിലും അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിട്ട് ഞങ്ങളെ കർത്താവ് തന്നെയുമല്ല മാതാപിതാക്കളും അതുപോലെ ഞങ്ങളെ വളർത്തി. അപ്പച്ചന്റെ സ്വഭാവമായ എൻ്റെ അപ്പച്ചന്റെ പേര് KM ജോർജ് കരൻ. പുള്ളി ഒരു ഫ്രീഡം ഫൈറ്ററും അതേ പാട്ടുകാരനും കഥാപ്രസംഗവും അങ്ങനെ എഴുതുന്ന ഒരു മാന്യനായ വ്യക്തിയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ സഭ വിട്ടുപോകുന്നതിൽ ഇഷ്ടമില്ലായിരുന്നു. എൻ്റെ മാതാവ് എൻ്റെ ബാല്യകാലത്തിലെ അമ്മച്ചിയുടെ ഭവനത്തിൽ ചെല്ലുമ്പോൾ അവരും സമുദായത്തിൽ നിന്നും കർത്താവിനെ അറിയുവാനിടയായി. അവിടെ നിന്നും അമ്മച്ചി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചു. അതിനുശേഷം ഞങ്ങളുടെ ഭവനത്തിൽ വലിയ അതുവരെയും ഉണ്ടായിരുന്ന സന്തോഷമെല്ലാം അത് നഷ്ടപ്പെടുന്നതിനിടയായി. കാരണം അപ്പച്ചന് പേരും പെരുമയുള്ളതാണ്. എവിടെ ചെന്നാലും മാന്യനാണ്. MC റോഡിന്റെ അടുക്കൽ തന്നെ ഞങ്ങൾ താമസിക്കുന്ന കേരളത്തിൽ പന്തളത്തിനടുത്ത് കുരമ്പാല എന്ന സ്ഥലത്താണ്. അവിടെ മറ്റുള്ള ഒറ്റ ഒരു കൂട്ടായ്മയില്ല. എൻ്റെ അറിവിൽ ഒരു മർത്തോമ സഭ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞങ്ങളുടെ സഹോദരങ്ങളും എല്ലാമാണ്. അപ്പച്ചന്റെ ബന്ധുക്കാരും എല്ലാം അവരെല്ലാം യാക്കോബയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ മാത്രം ഞങ്ങൾ കൊച്ചിലെ കൺവെൻഷന് പോയി കണ്ടിട്ടുണ്ട്, അല്ലാതെ ഒന്നുമില്ല. അങ്ങനെ ഇരുന്ന സാഹചര്യത്തില് അമ്മയെ അപ്പച്ചൻ അടിക്കുകയും വഴക്കുണ്ടാക്കുകയും അതിക്രൂരമായി പീഡിപ്പിക്കുകയും ഒക്കെയും ചെയ്യുകയും ഭവനത്തിൽ പിന്നെ വേണ്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാനും പൈസ കൊടുക്കാതെ അങ്ങനെ ഒത്തിരി കഷ്ടങ്ങള് അടിയിടി നിന്ന പരിഹാസം എല്ലാമായി. ഒടുവിൽ അമ്മച്ചിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവാനായി, കല്യാണം ഒഴിയുവാനായി പോലും തീരുമാനിച്ചു. ഞാൻ ചുരുക്കത്തിൽ പറയുന്നു, അല്ലെങ്കിൽ എന്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞാൽ ഇന്നൊന്നും തീരുകയില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതിൽ നിന്നൊക്കെ അച്ഛന്മാര് വന്നു. കല്യാണം കഴിച്ച പള്ളിയിലെ ചങ്ങരത്തിലെ അച്ഛൻ വന്നു. അച്ഛനും പള്ളി പ്രമാണികളും സർവരും വന്നു. അപ്പോഴും അവരുടെ മുന്നിൽ അതെ എൻ്റെ അമ്മച്ചിയും കൊച്ചമ്മയും അവർ 2 പേര് അമ്മച്ചി ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ തന്നെ എനിക്ക് ബലമില്ലല്ലോ, നീ എനിക്ക് കൂട്ടിന് ഒരു ആളിനെ കൂടെ തരണമേ, എൻ്റെ സഹോദരി നിന്ദിക്കുന്നു. അങ്ങനെ അമ്മച്ചിയുടെ ആ പ്രാർത്ഥനയ്ക്ക് കർത്താവ് പ്രതിഫലമായി തന്റെ ദാസിയെ കൊടുത്തു. ഞങ്ങൾ ഇരുവരും കമ്പൈൻഡ് വീട്ടിലാണ് താമസിച്ചത്. ഒരു വീട്ടിൽ തന്നെ ചേട്ടനും അനിയനും താമസിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ജീവിതത്തിലും കർത്താവ് അച്ഛന് ഒത്തിരി ദൈവത്തെ അറിഞ്ഞ് ഇങ്ങനെ ജീവിച്ച. അപ്പോൾ അമ്മച്ചിയുടെ കയ്യിൽ ബൈബിൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം അമ്മച്ചി പറഞ്ഞു തന്നതാണ്. അമ്മച്ചി പറഞ്ഞു തന്നെ ഇത് ചെയ്തതാണ്. ഞാനിപ്പം ദൈവത്തിന്റെ മക്കളെ നിങ്ങളോട് പറയുന്നത്. കാരണം അന്നത്തെ കാലത്തൊന്നും മനുഷ്യർക്ക് പെന്തക്കോസ് എന്താണെന്നോ കർത്താവായ യേശു ക്രിസ്തു ആരാണെന്നോ എന്തിനു വന്നു മാതാവ് മറിയം ദൈവം ഇതൊക്കെ ആയിരുന്നു അന്നത്തെയുള്ള എല്ലാവരുടെയും വിചാരങ്ങളും ആരാധനാ രീതികളും. അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. കർത്താവിന് സ്തോത്രം. എന്നിട്ട് അച്ഛനോട് ബൈബിൾ എടുത്തിട്ട് അമ്മച്ചി പറഞ്ഞു, അച്ഛനും ഈ സത്യ ബൈബിൾ തന്നെയല്ലേ പഠിക്കുന്നത്, ഇതിനകത്തില് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴമ്മച്ചി മത്തായി എഴുതിയ വിശേഷത്തിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇതിനല്ലാതെ ഞാൻ വേറൊരു തെറ്റിന് ഞാൻ പോയിട്ടില്ല, പിന്നെ എന്തിനാണ് എന്നോട് ഇങ്ങനെ ഈ ക്രൂരത കാണിക്കുന്നത്. അച്ഛന് അമ്മച്ചിയോട് പറഞ്ഞു, മോളെ നീ ക്ഷമിക്ക, 2 ആഴ്ച ചർച്ചയിൽ പോകാതിരിക്കുക, അതിനുശേഷം പിന്നെ നീ ഇപ്പൊ പിന്നെ മകനിപ്പോ ദേഷ്യത്തിലിരിക്കുന്ന ആ കോപം ശമിക്കട്ടെ. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, വന്നാൽ ആയിക്കോട്ടെ, ഞാൻ അങ്ങനെ തന്നെ
പിന്നെ 2 ആഴ്ച കഴിഞ്ഞാൽ ഞാൻ പോകും. എന്നെ കഥ ഇട്ട് മുറിയിലിട്ട് പൂട്ടിയാലിച്ചിട്ട് കർത്താവ് 7 ദിവസം ചുറ്റി നടന്നപ്പോൾ എരിഹോവിന്റെ മതിലുകളെ തകർത്ത കർത്താവ് ഈ എന്റെ കഥവും തുറന്ന് എന്നെ വിടും, ഞാൻ പോകും, അങ്ങനെ പറഞ്ഞു. അതിനുശേഷം കർത്താവിന്റെ കൃപയാലെ അതിൽ നിന്ന് പിന്നെ അപ്പച്ചൻ അതിന് വഴക്കുണ്ടാക്കാനോ പിന്നെ അതിനുള്ള ഇടയായില്ല. പിന്നെ അമ്മച്ചി 2 ആഴ്ചക്ക് ശേഷം ദൈവത്തെ വിളിക്കാൻ പോയി. ഞാൻ അപ്പച്ചന്റെ കൂടെ 10 വയസ്സ് വരെയും ഞങ്ങളുടെ എർച്ചേപ്പയെ പള്ളിയിൽ തന്നെ ഞാൻ അങ്ങനെ ജാക്കോബ സമുദായത്തിൽ പോയി. അതിനുശേഷം പിന്നെ പിന്നെ ഞാൻ അമ്മച്ചിയുടെ കൂടെ പോയി. അമ്മച്ചി എന്നോട് പറയും, മക്കളെ കള്ളം പറയരുത്, കള്ളം കാണിക്കരുത്, എല്ലാത്തിലും കർത്താവിനെ യേശു മാത്രമേ ഉള്ളൂ രക്ഷിക്കാനുള്ള. ആ കൊച്ചു കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന യേശു അപ്പച്ചൻ കേൾക്കും. ആ യേശു അപ്പച്ചനോട് പറഞ്ഞാൽ മാത്രം മതി, അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. മക്കൾ എന്ത് വേണോ ആവശ്യമുണ്ടോ അത് പ്രാർത്ഥിച്ചാൽ അത് കർത്താവ് അപ്പോൾ തന്നെ തരും. അങ്ങനെ ആ ചെറു പ്രായത്തിൽ എന്നോട് അമ്മച്ചി എന്ത് പറഞ്ഞു തന്നോ അതൊക്കെയും എൻ്റെ മനസ്സിൽ എന്നെ അതിങ്ങനെ ചിന്തിപ്പിക്കും. ഞാൻ അന്നേരം പറയാൻ പറ്റി, ഞാനൊന്നും പറയത്തില്ല, എന്ത് പറഞ്ഞാലും ഉടനെ എനിക്ക് പേടിയാ. ഞാൻ ഉടനെ തന്നെ അമ്മച്ചി പറയുന്ന എല്ലാം കേൾക്കും. അങ്ങനെ അനുസരണത്തിലും ചിട്ടയിലും അങ്ങനെ ഞാനും വളർന്നു. പിന്നെ ഏതാനും നാളുകൾക്ക് ശേഷം ഞാൻ അമ്മച്ചിയുടെ കൂടെ പോകാൻ തുടങ്ങി. പിന്നെ പള്ളിയിൽ പോകുന്നത് നിർത്തി. പിന്നെ എൻ്റെ സഹോദരന് സാറ്റർഡേ വൈകിട്ട് കാത്തിരിപ്പ് യോഗത്തിന് പോകും. ഒരു ദിവസം ഞാൻ എൻ്റെ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഇന്ന് എനിക്കും പോണം അച്ചാച്ചൻ്റെ കൂടെ, എന്നെ വിടണം കാത്തിരിപ്പ് യോഗത്തിന്. അന്നേരം ചോദിച്ചു, നീ അവിടെ ചെന്ന് എന്ത് കൊടുക്കും? ഞാൻ പറഞ്ഞു, ഞാൻ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കും. ശരി, പ്രാർത്ഥിക്കുന്നതെല്ലാം കൊള്ളാം, എന്നാ ഒരു കാര്യം ചെയ്യണം, ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ ദൈവമായിട്ട് സ്വീകരിക്കുക. അത് കഴിഞ്ഞ ശേഷം യേശുപ്പച്ചന്റെ ആത്മാവിനാല് നിറഞ്ഞിട്ടല്ലാതെ ഇവിടോട്ട് വരരുതെന്ന് പറഞ്ഞു. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, യേശുപ്പച്ച നിന്റെ ആത്മാവിനാല് എന്നെ നിറയ്ക്കണമേ എന്ന് പറഞ്ഞിരുന്നു കണ്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോ യേശുപ്പച്ചൻ ആ പ്രാർത്ഥന കേൾക്കും, ഉടൻ തന്നെ തന്റെ ആത്മാവിനാല് നിന്നെ നിറയ്ക്കുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ യേശുവിൻ രക്തം അങ്ങനെ പറയണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു തോത്ത പറയുന്നത് പോലെ ഞാൻ അവിടെ ഇരുന്ന് കണ്ട് അങ്ങനെ പറഞ്ഞതിരുന്ന് പറഞ്ഞു. അന്ന് കൊച്ചു കുഞ്ഞുങ്ങളുടെ ഹൃദയം പോലെയാണ് അന്നത്തെ 10-11 വയസ്സുണ്ടെങ്കിലും എന്ത് പറഞ്ഞാലും അനുസരിക്കുക, അങ്ങനെയുള്ള ആ രീതിയായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. കർത്താവിന് സ്തോത്രം. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാനൊരു ദർശനം ഇങ്ങനെ കാണുന്നതിനിടയായി. എൻ്റെ മുന്നിൽ ഏറ്റവും നല്ല തൂവെള്ള വസ്ത്രം അണിഞ്ഞ് നല്ല സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെയുള്ള 6 അടി നീളമുണ്ട്. കർത്താവിന്റെ കൃപയാലെ അദ്ദേഹത്തിന്റെ കയ്യില് 7 നിരയുള്ളതായ മുത്തുമാല കയ്യിൽ 2 കൈയിലും പിടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആ മാല എന്നെ ഇടിക്കുകയും ഞാൻ ഉടനെ അന്യഭാഷ അടയാളത്തോടുകൂടി ഹല്ലേലൂയ, ഞാൻ ഇത്രയും അനുഭവിച്ച സന്തോഷം അതെനിക്ക് ഇന്നും എൻ്റെ ഈ പ്രായത്തിലും ഈ വാർദ്ധക്യത്തിലും ഞാൻ അത് ഓർക്കും. ദിനംതോറും ആ ഓർമ്മ എന്നെ ഇത്രത്തോളം കർത്താവ് നടത്തുന്ന ആ വിധങ്ങൾക്ക് ഞാൻ നന്ദി കൂടോടി സ്തോത്രം ചെയ്യുന്നു. യേശുപ്പച്ചന് എന്നെ കൃപകളാലും നിറച്ചു. അതെ, ഇന്നയോളം നിർത്തുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ജീവിതങ്ങളൊക്കെ കടന്നുപോയി. പിന്നെ അതിനുശേഷം ഞാൻ എൻ്റെ അമ്മച്ചി പിന്നെ വീട്ടിലെ പറമ്പിൽ ഓരോ പണികളും എല്ലാം ചെയ്യുകയും ഞങ്ങൾക്ക് പശു ഉണ്ടായിരുന്നു. അതിന് പുല്ല് പറിക്കാൻ എനിക്ക് പോകണമായിരുന്നു. വൈകിട്ട് 4 മണി കഴിയുമ്പോൾ എൻ്റെ കൂട്ടുകാരെയും ഞാനും കൂടെ പോകും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനും കൂടെ പോയി അവിടെ അടുത്ത് ഒരു റബ്ബർ തോട്ടത്തിന് അടിക്ക് ഒരു ചൂരൽക്കാടുള്ള കാടിന്റെ അവിടെ ഒത്തിരി പടപ്പും പോച്ച ഇങ്ങനെ പടർന്ന് കിടക്കുന്നു. ഞാനും അവളും കൂടി അവിടെ ഇറങ്ങി. അവിടെ ചൂരൽക്കാടെല്ലാം മാറ്റി വെട്ടിയിരുന്നു. അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ രണ്ടും കൂടെ പുല്ല് പറിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ താഴോട്ട് മുള്ളു കൊള്ളാതെ നോക്കിയപ്പോൾ ഒരു പ്ലാന്തടി പോലെ ഒരെണ്ണം കിടക്കുന്നു നീളത്തിൽ. അപ്പൊ ഞാൻ ആ പ്ലാന്തടിയെ കയറി നിന്നിട്ട് ഞാനിങ്ങനെ ഒത്തിരി പറിക്കുന്ന കണ്ടപ്പോ അവൾ ഉടൻ തന്നെ അവള് തലയിലോട്ട് നോക്കി. അവളും അവിടെ നിന്നും കണ്ട് പറിക്കാനായിട്ട് നോക്കിയപ്പോ ഞാനൊരു പെരുമ്പാമ്പിന്റെ പുറത്താണ് ഞാൻ അവിടെ കയറി നിന്നത്. എന്നാൽ അത് പെരുമ്പാമ്പിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല, എനിക്ക് അറിയത്തുമില്ല. ഞാൻ കണ്ടിട്ടുള്ളത് പ്ലാന്തടിയ അതേൽ ആ പുള്ളിയും പോരും ഉള്ളത് പോലെ അങ്ങനെ തന്നെയാണ് കിടക്കുന്നത് കണ്ടേ. അവൾ ഉടൻ തന്നെ ഇല്ല ഇത് പെരുമ്പാമ്പാന്നെന്നും പറഞ്ഞു കണ്ട് അവള് അവിടെ നിന്ന് പറയുവാൻ തുടങ്ങിയപ്പോൾ ഉടനെ ഞാൻ എൻ്റെ കാല് മാറ്റി അവള് അവിടെ നിന്ന് മാറി മേലിലോട്ട് കയറി. പിന്നെ അപ്പോൾ അവിടെ റബ്ബർ തോട്ടത്തിന് തടമെടുത്തുകൊണ്ട് കൂലിക്കാർ അവിടെ നിന്നും കണ്ട് ജോലിക്കാർ നിൽക്കുകയായിരുന്നു.
ഞങ്ങൾ രണ്ടും കൂടെ അലക്കുന്ന രണ്ടും കൂടെ കിടന്ന് ഇത് ചെയ്യുന്നു, വഴക്കുണ്ടാക്കുന്നു. അവരോടൻ തന്നെ താനെ വന്ന് നോക്കി, എന്താ കുഞ്ഞുങ്ങളെ നിങ്ങളെ വഴക്ക്? അപ്പോൾ പറഞ്ഞു, എന്ത് ഒരു പെരുമ്പാമ്പ് കിടക്കുക, കണ്ട് ഇവള് പറയുമ്പോ ഭ്രാന്തളിയാന്ന്, എന്നാ നിങ്ങൾ വഴക്ക് കൂടണ്ട, ഞാൻ നോക്കാം. അവര് നോക്കിയപ്പോൾ പെരുമ്പാമ്പായിരുന്നു. പിന്നെ അവരവരുടെ കൈ കൂത്താലിയും മമ്മട്ടി എല്ലാം ഉണ്ടായിരുന്നു, അതുകൊണ്ടൊക്കെ അടിച്ചു. അതെന്തോ സാധനത്തിനെ മിഴുങ്ങിയേച്ച് കിടന്നതായിരിക്കും, അറിയത്തില്ല. അതിന്റെ വായ കർത്താവ് അടച്ചു, അതൊന്നും ചെയ്തില്ല. അവരതിനെ അടിച്ചു, അതിനെ കൊണ്ടുവന്ന് പിന്നെ അവരെല്ലാം കൂടെ എംസി റോഡിൽ കൂടെ എല്ലാം കൊണ്ടു നടന്നു. അന്നാണ് ജീവിതത്തിൽ പെരുമ്പാമ്പിനെ കാണുന്നത്. കർത്താവ് അതിൽ നിന്നും രക്ഷിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, എല്ലാം ദൈവത്തിന്റെ കൃപയും കരുതലും കരുണയും അതൊന്നു മാത്രമാകുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. അതിനുശേഷം ഞാൻ പരീക്ഷയെല്ലാം കഴിഞ്ഞ് SSLC എഴുതിയിട്ട് എൻ്റെ സഹോദരി ഭോപ്പാലിലായിരുന്നു. അമ്മാമ്മ എന്നെ വിളിപ്പിച്ചു. ഞാൻ അമ്മാമ്മയുടെ കൂടെ ഞാൻ തന്നെ ഒരു മിലിറ്ററി വ്യക്തി ഉണ്ടായിരുന്നു ഞങ്ങളുടെ അടുക്കെ, അവരുടെ കൂടെ ട്രെയിനിൽ കയറി ഭോപ്പാലിൽ വന്നിറങ്ങി. അതിനുശേഷം ഒരു വർഷം ഇവിടെ ഹിന്ദി ടൈപ്പിംഗ് പഠിച്ചു. പിന്നെ എന്നാൽ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് നേഴ്സിംഗ് പ്രൊഫഷൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. കാരണം അടൂർ ഞങ്ങൾ പോകുമ്പോൾ അവിടെ സാഹിബ് മദാമ്മമാരുടെ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അവരുടെ ആ ഡ്രസ്സും ഫ്രോക്കും അവരുടെ ആ സാൻഡിലും അവരുടെ പോക്കും മരുന്നും കൊടുത്ത് ഇഞ്ചക്ഷനും കൊടുത്ത് അങ്ങനെ ഇത് ചെയ്യുക, എല്ലാവരോടും കർത്താവിന്റെ സുവിശേഷവും പറയാം. അങ്ങനെയുള്ളതായ ഒരു മാനസിക സന്തോഷമായിരുന്നു എനിക്കുള്ളത്. അമ്മാമ കോർട്ടില്, ഇവിടുത്തെ ഒരു ഗോഹർഗഞ്ച് എന്ന് പറയുന്ന കോർട്ടില് ക്ലറിക്കൽ ജോബ് എനിക്ക് കിട്ടിയെങ്കിലും എനിക്ക് അതിനെക്കാട്ടി ഇഷ്ടം നേഴ്സിംഗ് പ്രൊഫഷനായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ അതിനായിട്ട് പോയി. ദൈവത്തിന് സ്തോത്രം. അവിടെയും കർത്താവ് അത്ഭുതകരമായി അതിശയകരമായി എന്നെ നടത്തി. എൻ്റെ അതിനകത്തിലെ വിധങ്ങളും പറഞ്ഞാൽ ഒന്നും തീരുകയില്ല. കാരണം അതിനേക്കാൾ മേന്മയായത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആ കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ വിവാഹമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ 1994 ഡിസംബർ നൈറ്റ് ഡ്യൂട്ടി ഹോസ്പിറ്റലിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴെനിക്ക് വയറിന് വളരെ വേദനയായിട്ട് കാഠിന്യമായിട്ട് തീരുന്നു. ഇപ്പം ഞങ്ങൾ നൈറ്റ് സൂപ്പറും സ്റ്റാഫുകളും മാത്രമാണ് 10 മണിക്ക് ആഹാരം കഴിക്കുന്നത്. അതിനുശേഷം മൊത്തം ടൈമിൽ അവനവൻ്റെ ഫ്ലോറിൽ ഞങ്ങൾക്ക് ചെയ്യാനുള്ള ജോലികൾ ചെയ്ത് ഞങ്ങൾ റിപ്പോർട്ട് എഴുതി രാവിലെ കൊണ്ടുവന്ന് മേട്ടൻ ഓഫീസിൽ കൊടുത്തിട്ട് ഞങ്ങൾക്ക് പോരേണ്ടുന്നത്. അങ്ങനെ അപ്പോഴേ നൈറ്റ് സൂപ്പറിനോട് പറഞ്ഞ് എനിക്ക് ഒട്ടും എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവരൊക്കെ വിചാരിച്ചു മീനും എല്ലാവരും എല്ലാം അയലയും എല്ലാം കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചതിൻ്റെ വയറ്റുവേദനയായിരിക്കുമെന്ന്. പിന്നെ ആ വേദന ഇങ്ങനെ നിന്നു, മാറുന്നില്ല. ഒരു വിധത്തിൽ അന്ന് ഡ്യൂട്ടി ചെയ്തു പോയി. പിറ്റേന്ന് രാവിലെ ഞാൻ വീട്ടിൽ ഭവനത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. പിന്നെ ഞാൻ ഹോട്ട് വാട്ടർ ബാഗ് വെച്ച് ഞാൻ അങ്ങനെ കയറി കിടക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ 2 ദിവസം അന്ന് മക്കളെല്ലാം സ്കൂളിൽ പോയിട്ട് വന്നിട്ട് അവരുടെ ഡാഡിയോട് പറഞ്ഞു, ഇല്ല ഡാഡി, ഇന്ന് മമ്മിയെ നൈറ്റിന് വിടല്ലേ, മമ്മി ദിൻപർ കിടന്ന് കരയുമായിരുന്നെന്ന് പറഞ്ഞു. അപ്പൊ എന്നെ വൈകിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു മാഡം ഉണ്ടായിരുന്നു. കൊണ്ട് കാണിച്ചപ്പോൾ എനിക്ക് അവർ 2 ടാബ്ലറ്റ് മാത്രം എഴുതി തന്നു. ആ 2 ടാബ്ലറ്റും എഴുതിയത് കഴിച്ചേച്ച് കുറഞ്ഞില്ല എങ്കിൽ പിറ്റേന്ന് രാവിലെ ചെന്നിട്ട് ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജില് OT കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞു. അവിടെ ചെന്നിട്ട് അവര് നീഡിൽ ചെയ്ത് നോക്കി. അപ്പം അല്ലാതെ കൊണ്ട് ഒന്നുമേ അറിയാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം യാതൊരു സിംറ്റവും ഇല്ലായിരുന്നു. ബ്ലീഡിങ് വെളിയിലോട്ട് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അവർ നീഡിലിങ് ചെയ്തപ്പോൾ മൊത്തം ഫ്രഷ് ബ്ലഡ് നിറഞ്ഞു വയറ്റില്. അത് 1-ാം തീയതി തുടങ്ങിയത്. പിന്നെ 3-ാം തീയതിയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത്. ഈ 3 ദിവസവും കർത്താവ് അത്ഭുതകരമായിട്ട് എങ്ങനെ നടത്തിയെന്ന് ഞങ്ങളുടെ ആ മാഡം പോലും ചോദിച്ചു, നീ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം നീ എന്ത് സുഹൃതം ചെയ്തു, നീ ഇന്ന് ജീവിച്ചിരിക്കാനൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, ജീവനുള്ള ദൈവത്തെ മാത്രം ആരാധിക്കുന്നു, ആ ദൈവമാണ് എന്നെ വിടിവിക്കുന്നതും നടത്തുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെയും അതിന് ഒരു ബോട്ടിൽ ബ്ലഡും ഒക്കെ വേണമായിരുന്നു. അപ്പൊ എൻ്റെ ഹസ്ബൻഡിനും ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. എക്ടോപിക് പ്രഗ്നൻസി ആയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജ്യേഷ്ഠത്തിയെ ഭോപ്പാലിൽ നിന്ന് വിളിക്കാം, അതിനുശേഷം മാഡം ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു മിസ്സസിനെ. അങ്ങനെ അന്നേരം പറഞ്ഞു, നീ കൊണ്ടുവരേണ്ട ആവശ്യം വരത്തില്ല, പിന്നെ ഇപ്പൊ ഉടനെ ഇമ്മീഡിയറ്റ്ലി ചെയ്തില്ലെങ്കിൽ പിന്നെ തിരിച്ചു വരേണ്ട ആവശ്യം വരികയില്ലെന്ന് പറഞ്ഞു. പിന്നെ ഉടനെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ഒരാളുണ്ടായിരുന്നു, ജോർജ് കുട്ടിച്ചാൻ അച്ഛൻ. അവിടെ തന്നെ
അച്ഛൻ്റെ ഭാര്യ അവിടുത്തെ സിസ്റ്റർ ഇൻചാർജ് ആയിരുന്നു. പുള്ളിക്കാരി എല്ലാ കാര്യങ്ങളും ചെയ്തോളാം, ബ്ലഡിന് വേണ്ടി അദ്ദേഹത്തിനെ പറഞ്ഞു വിട്ടു. ദൈവത്തിന് സ്തോത്രം. അവിടുന്ന് ബ്ലഡിന് നോക്കിയിട്ടെങ്ങും ഒരാള് കൊടുക്കാമെന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ഞാൻ അന്നേരം പറഞ്ഞു, എനിക്ക് HIV പോസിറ്റീവിന്റെ ടെസ്റ്റ് ചെയ്യാത്ത ബ്ലഡ് എനിക്ക് തരരുതെന്ന് പറഞ്ഞു. അപ്പോഴത് വെച്ച് അവർ ആ ടെസ്റ്റ് പറഞ്ഞപ്പോഴത്തേക്കിന് ഈ മനുഷ്യന് അയാൾക്ക് അങ്ങനെയുള്ളതായിരുന്നു. അയാൾ അവിടുന്ന് അത് കേട്ടിട്ട് അയാൾ തിരിച്ചു, ഞാനിപ്പം വണ്ടി വെച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ഇപ്പം വരാമെന്നും പറഞ്ഞ് പോയിട്ട് പിന്നെ അദ്ദേഹത്തിനെ കണ്ടില്ല. പിന്നെ ബ്ലഡ് ഇല്ലാതെ അവരെനിക്ക് ഓപ്പറേഷൻ ചെയ്തു. കർത്താവിന്റെ കൃപയാല് അന്ന് എനിക്ക് ബ്ലഡിന് കമ്മിയുണ്ടെങ്കിലും പക്ഷേ തലകർക്കമൊക്കെ ഉണ്ടായിരുന്നു. മേഡം എന്നെ അങ്ങനെ എല്ലാം ചെയ്തു. അങ്ങനെ ഞാൻ 14 ദിവസം ഹോസ്പിറ്റലായിരുന്നു. കർത്താവ് അതിൽ നിന്നും അത്ഭുതകരമായിട്ട് വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ അതിനുശേഷം 1997 എനിക്ക് ചെസ്റ്റ് പെയിൻ വരാൻ തുടങ്ങി. ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോഴും എനിക്ക് പോയി ഡ്യൂട്ടി എല്ലാം ചെയ്തിട്ട് വരുമ്പോൾ എപ്പോഴും എനിക്ക് ചെസ്റ്റിന് പെയിൻ എടുക്കുകയും വയർക്കുകയും വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടാൻ തുടങ്ങി. ആ സമയത്ത് സ്തോത്രം, സ്തോത്രം, സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചു കണ്ട്, കർത്താവേ വഴിയിലിട്ട് എനിക്കൊന്നും വരുത്തല്ലേ അപ്പ, സ്തോത്രം, എനിക്ക് ഭവനത്തിൽ ചേർന്ന് എനിക്ക് സൗഖ്യം നീ തരണമേ എന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ട് അനേക ദിവസങ്ങൾ അങ്ങനെ പോയി. അങ്ങനെയായി. അപ്പോൾ വിക്ടോറിയയിൽ ഞാൻ ജോലി ചെയ്യുന്നത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ്. അവിടെ ECG എല്ലാം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. ഒരു ദിവസം ഞാൻ വിചാരിച്ചൊന്ന് ECG ഒന്ന് എടുത്ത് നോക്കാം. അവിടുന്ന് പോയി ECG എടുപ്പിച്ചു. ECG എടുത്തിട്ട് ഡോക്ടറിനെ കാണിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഈ ECG ആരുടെയാണ്? ഞാൻ പറഞ്ഞു എൻ്റേതാണെന്ന്. അന്നേരം പറഞ്ഞു, ഇല്ല, ഞാനെന്നാ ഈ ECG നോക്കത്തില്ല, ഇത് കൊണ്ടൊന്ന് എളുപ്പം കൺസൾട്ടന്റിനെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അയക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല എൻ്റേതാണ് ECG എന്ന്. ഞാൻ അങ്ങനെ ഇതായിട്ട് നിൽക്കുന്നത്, കൂളായിട്ട് നിൽക്കുന്നത് കണ്ടിട്ട് ഉടൻ തന്നെ പിന്നെയും ഞാൻ ഞങ്ങളുടെ സൂപ്രണ്ടിനെ കൊണ്ട് കാണിച്ചു. അദ്ദേഹം അത് നോക്കിയിട്ട് അദ്ദേഹം ഉടനെ പറഞ്ഞു, സിസ്റ്റർ ഒരു കാര്യം ചെയ്താട്ട് റിപ്പീറ്റ് ECG എടുക്കാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പോയി റിപ്പീറ്റ് ECG എടുത്തിട്ട് എടുത്തു കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹത്തെ കാണിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് ഹാർട്ടിന്റെ എല്ലാ മെഡിസിനുകളും എഴുതി തന്നു. അവിടുന്ന് എൻ്റെ ഹസ്ബൻഡ് അതെല്ലാം എഴുതി വാങ്ങിച്ച് എൻ്റെ ബാഗ് വെക്കും. പക്ഷേ എനിക്കറിയത്തില്ല, ഞാൻ ആ മെഡിസിൻ ഒന്നും കഴിച്ചില്ല വാസ്തവത്തിൽ. അതങ്ങനെ വെച്ചിട്ട് ഈ വേദനകളൊക്കെ ഇങ്ങനെ വരുമ്പോഴും സ്തോത്രം, സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചു കണ്ട് ഇങ്ങനെ അതിനെ ഞാൻ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നടന്നു. അങ്ങനെ കുറെ നാളായപ്പോൾ, ഒത്തിരി നാള് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് എന്തോ കുഴപ്പമില്ലല്ലോ ഇപ്പോഴ്, എല്ലാ വേദനകളും എൻ്റെ മാറിയല്ലോ ഇപ്പോഴ്. ഇപ്പൊ എനിക്ക് യേശുപ്പത്തിന് എന്താ എപ്പോഴോ സൗഖ്യം തന്നു. അങ്ങനെ ഞാൻ തന്നെത്താനെ മനസ്സ് വെച്ചിട്ട് വീണ്ടും എൻ്റെ ECG ഞാൻ പോയി എടുപ്പിക്കാനൊക്കെ ചോദിച്ചു. വീണ്ടും എൻ്റെ ECG എടുത്തപ്പോൾ അതിനകത്ത് ഈ ദൈവമക്കളെ ഒന്നുമില്ല, എല്ലാം നോർമലായിരിക്കുന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, അപ്പൊ ആദ്യത്തെ കാണിച്ച ഡോക്ടറിനെ തന്നെയാണ് ഞാൻ ഇത് കാണിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സിസ്റ്റർ എവിടെ ട്രീറ്റ്മെന്റ് എന്തോ ചെയ്തു? ഞാൻ പറഞ്ഞു, ഡോക്ടറെ, കർത്താവ് യേശു ക്രിസ്തു എന്നെ സൗഖ്യമാക്കി. ആ ദൈവത്തോട് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ മെഡിസിൻ എടുത്തില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനും അതൊരു അത്ഭുതമായിട്ട് തീർന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. ദൈവം അങ്ങനെ അത്ഭുതകരമായിട്ട് അതിശയകരമായിട്ട് എന്നെയും വഴി നടത്തി അതിൽ നിന്നും വിടുവിച്ചു. അത് പിന്നെ ഇന്ന് വരെയും കർത്താവിന്റെ കൃപയാല് അതിനുള്ള മെഡിസിൻ എടുക്കേണ്ടി വന്നിട്ടില്ല. ഹല്ലേലൂയ. കർത്താവ് അത്ഭുതവാനാണ്. വീരനാം മന്ത്രി, എന്റെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ എന്ന് മറ്റുള്ളവരുടെ മുൻപിൽ ഉയർത്തി കാണിപ്പാൻ്റെ ഗുണം കർത്താവ് എന്നോളം ഇടയാക്കുന്നു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്കെല്ലാം കർത്താവ് സൗഖ്യം കൊടുക്കുകയും ചെയ്യും. എന്നാൽ ചിലപ്പോഴൊക്കെയും ഞാൻ അസ്വസ്ഥതയിലാകുന്നുണ്ട്. അതെ, അപ്പോൾ എൻ്റെ പ്രാർത്ഥന കുറവാകും, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടമാകും ഞാൻ ഒന്നുകൂടെ കൂടുതൽ ദൈവത്തിൽ എടുക്കുവാനാണെന്ന്. കർത്താവ് ഇങ്ങനെ ഓരോ ദിവസവും എന്നെ അത്ഭുതകരമായി അതിശയകരമായി നടത്തുന്നു. ദൈവത്തിന്റെ വിധങ്ങൾക്കായി സ്തോത്രം, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇനിയും 2007 ഹല്ലേലൂയ, സ്തോത്രം. ജനുവരി 1 എൻ്റെ ഹസ്ബൻഡ് കേരളത്തില് ഫാദർ ലോയെ നോക്കുവാൻ പോയി. കാരണം അദ്ദേഹം വീണിട്ട് നടുവ് ഒടിഞ്ഞിട്ട് ഫ്രാക്ചറായി. അദ്ദേഹത്തെ ചികിത്സിക്കാൻ പോയതാണ്, നോക്കാൻ പോയതാണ്. ബെഡിൽ തന്നെ കിടക്കുകയായിരുന്നു. ഒരു സഹോദരി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അപ്പച്ചനെ നോക്കുവാനൊക്കെ ഉണ്ട് പ്രയാസമായതിന്. അപ്പോൾ അദ്ദേഹം റിട്ടയർഡായി. അതിനുശേഷം എന്നോട് പറഞ്ഞു, നീ
എന്നെ ഉടനെ ശല്യപ്പെടുത്തരുത്, ഞാൻ ഉടനെ വരികയല്ല, എന്തെങ്കിലും നിനക്ക് വയ്യായെങ്കിൽ മാത്രം പറയണം, ഞാൻ അത് കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ വരികയുള്ളെന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ ഞാൻ മാത്രമേ ഭവനത്തിലുള്ളൂ. എൻ്റെ മോൻ ഭോപ്പാലില് ജോബ് ചെയ്യുന്നു, എൻ്റെ മോള് ഇൻഡോറില് ചോയ്ത്രാമില് അവള് നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ അങ്ങനെ പ്രാർത്ഥനയാൽ അങ്ങനെ കഴിഞ്ഞുകൂടി. ഓരോ ദിവസവും ദൈവം എന്നെയും നടത്തി. ദൈവത്തിന്റെ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇതിനു മുമ്പേ ദൈവത്തിന് സ്തോത്രം. അതിനു മുൻപേ എനിക്ക് ഒരു കാര്യമുണ്ടായി, അത് ഞാൻ വിട്ടുപോയി, അത് ഞാൻ പറയട്ടെ. 2005 മാർച്ച് 3 ഞാൻ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം കണ്ടത് ഇതായിരുന്നു: ഒരു സ്ത്രീയെ മരിച്ച നിലയിൽ ശവപ്പെട്ടിക്കകത്ത് കിടത്തിയിരിക്കുന്നു. അവരുടെ മുഖം മൊത്തം കവർ ചെയ്ത് വെള്ള വസ്ത്രം ഇട്ട് കിടത്തിയിരിക്കുകയായിരുന്നു. അത് കാണുകയും ഞാൻ ആ ദർശനം കാണുകയും ഉടനെ ചാടി ഞാൻ എഴുന്നേറ്റിട്ട്, അയ്യോ യേശുപ്പച്ച, ഇത് ആരാണ്? ഇത് എന്റെ അമ്മച്ചി അല്ലല്ലോ, എന്റെ അമ്മച്ചി ഇപ്പൊ മരിക്കത്തില്ല, ഈ വ്യക്തി ആരാ? ആ വ്യക്തിയെ നീ രക്ഷിക്കണം, അവരെ രക്ഷിക്കണമെന്ന് പറഞ്ഞിരുന്നു. അവിടെ ഇരുന്ന് ഞാൻ കുറെ നേരം ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റിട്ട് ഹസ്ബൻഡിന്റെ അടുക്ക പറഞ്ഞു, ഇതുപോലെ ഞാനൊരു സ്വപ്നം കണ്ടു, ഇങ്ങനെ ഒരാൾ മരിച്ചു കിടത്തിയിരിക്കുന്നു, അവരുടെ മുഖം ഞാൻ കണ്ടില്ല, ആരാണെന്ന് എനിക്ക് അറിയില്ല, സാരമില്ല, പ്രാർത്ഥിച്ചാൽ മതി, ഒന്നുമില്ല, അങ്ങനെ പറഞ്ഞു വിട്ടു. പക്ഷേ എന്റെ മനസ്സിൽ നിന്ന്, എന്റെ മുഖത്ത് നിന്ന് ആ ഒരു സീൻ മാറുന്നില്ല. ഞാൻ അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് കൊണ്ടുവിടാൻ പോകുമ്പോഴും ഞാൻ പുറയിലിരുന്നു കണ്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു, കർത്താവേ, ആ വ്യക്തി ആരാണ്? ഞാൻ അറിയുന്നില്ല കർത്താവേ, നീ അറിയുന്നു, ആ വ്യക്തിയെ രക്ഷിക്കണമേ യേശുവപ്പ, അങ്ങനെ ആവരുതേ അപ്പോ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ജോലി ചെയ്യുമ്പോഴും എല്ലാം നടന്നു, ഇടവിടാതെ അങ്ങനെ സ്തോത്രം ചെയ്തു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ദൈവമക്കളെ ഞാൻ പറയട്ടെ, ഞങ്ങളുടെ ജബൽപൂരില് ശാസ്ത്രി ബ്രിഡ്ജ് എന്ന് പറയുന്ന അവിടെ ഉള്ളവർക്കെല്ലാം അറിയാം. ആ ബ്രിഡ്ജ് താഴേന്ന് മേളിലോട്ട് കയറ്റം കയറിയിട്ട് പിന്നെ താഴ്ചയോട്ട് പോകണം. അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ ഇന്റർനാഷണൽ എല്ലാ വണ്ടികളും എല്ലാ ട്രക്കുകളും എല്ലാം പോകുന്ന വലിയ ഒരു ഹൈവേ ലൈനാണത്. അവിടുന്ന് അന്നത്തെ ദിവസം ഞാനൊരു 2 ദിവസം, 3-ാമത്തെ ദിവസം എൻ്റെ ബ്ലഡ് റിപ്പോർട്ട് എല്ലാം എടുക്കുവാനായിട്ട് ഞാനും ഹസ്ബൻഡും കൂടി ഞങ്ങൾ പോയി. അവിടുന്ന് റിപ്പോർട്ടും വാങ്ങിച്ചും കണ്ട ഈ ശാസ്ത്രി ബ്രിഡ്ജിന്റെ സൈഡിൽ കൂടി ഞങ്ങൾ വരുമായിരുന്നു. അവിടെ കൂടെ അപ്പോഴ് ഹൈ സ്പീഡിൽ ഒരു ബൈക്ക്, 10-25 വയസ്സുള്ള ഒരു ബൈക്കുകാരൻ ചെറുക്കന്, അവൻ ഓടി അത് അദ്ദേഹത്തിന്റെ വണ്ടിയുടെ ഹാൻഡിലിൽ തട്ടി. അപ്പോൾ ഞാൻ 2 കാരണം പറഞ്ഞ് റോഡിന്റെ നടുക്കും അദ്ദേഹം സൈഡിലും വീണ്, അദ്ദേഹത്തിന്റെ വലത്തുകാലയില് വണ്ടിയും വീണു. അപ്പോഴത്തേ അവരെല്ലാം മനുഷ്യരെല്ലാം ഓടിക്കൂടി അവരെന്നെ പിടിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ എടുക്കാൻ ഒക്കത്തില്ല. ഉടനെ എന്റെ കൈയുടെ തോള് ഇളകി തൊലിയിൽ കിടക്കുകയാണ്. അത് കഴിഞ്ഞേച്ച് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ വണ്ടി മാറ്റി അദ്ദേഹത്തിനെ എഴുന്നേൽപ്പിക്കാം. 2 മിനിറ്റിന് അദ്ദേഹത്തിനും മനസ്സിലായില്ല എന്താണ് സംഭവിച്ചതെന്ന്. അത് കഴിഞ്ഞേച്ച് ആളുകളെല്ലാം പിന്നെ എന്നെയും എടുത്തു. അത്രയും സമയത്തിനകം ആ ഒരു വണ്ടികൾ പോലും വരാതെ കർത്താവ് എങ്ങനെ സൂക്ഷിച്ചു തന്റെ ദൂതനെ അയച്ച് അത്ഭുതം പ്രവർത്തിച്ച കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം. എല്ലാവരും അത് തന്നെ എപ്പോഴും കേട്ടിട്ട് പറയും. ഞങ്ങളുടെ അയലത്ത് തന്നെയുള്ള ഒരു കൊച്ചിന് വന്നതും ആ വേറെ വണ്ടി ഇടിച്ച് അവിടെ കാലുകൾ കയറിപ്പോയി, അങ്ങനെ ആയിരുന്നു. അപ്പോഴാ കാര്യങ്ങളിലൊക്കെയും കർത്താവ് അത്ഭുതകരമായി വിടുവിച്ചു. ആ മരിച്ച കണ്ട സ്ത്രീ ഞാനായിരുന്നു. എന്നെ പിന്നെ ഹോസ്പിറ്റലിൽ അവിടുന്ന് മോൻ അവിടെ 2 ഫർലോങ് ദൂരെ ആയിരുന്നു. ഹസ്ബൻഡിനോട് ചോദിച്ചു, വിവരങ്ങളൊക്കെ ചോദിച്ചു, ആരുണ്ട് വീട്ടിൽ. അപ്പൊ മോൻ മാത്രം അവന്റെ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് പിന്നെ ഉടൻ തന്നെ അവനും മാനേജറും എല്ലാം കൂടി വന്നു. എന്നെ ഹോസ്പിറ്റലിൽ അവിടെ അടുത്തുള്ള ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടറിനെ കാണിച്ചു. അവിടുന്ന് എക്സ്റേ എടുത്തപ്പോൾ എന്റെ അവിടുന്ന് തോള് ഇളകിയിട്ട് അവിടത്തിന്റെ താഴ്വശം എന്റെ ഫ്രാക്ചറുമുണ്ട്. അങ്ങനെ വല്ലാത്ത സ്റ്റേജിലായിരുന്നു. അവിടുന്ന് പിന്നെ അവിടെ അടുത്ത ആ ഡോക്ടർ ഇൻഡോറിൽ പോയിരുന്നു. അന്നേരം പിന്നെ വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ തന്നെ അടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റല്. അവിടെയും മണി 11 ആയപ്പോഴത്തേക്കിന്, മണി 9 നടന്ന സംഭവമാണിത്. 2 മണിക്കൂറായണക്കെയും എനിക്ക് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അനസ്തീഷ്യ തരാനൊക്കെ ആളില്ലാഞ്ഞതുകൊണ്ട് അങ്ങനെ കിടത്തി. പിന്നെ ഉടനെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഒരു ഡോക്ടർ, നീൽ എന്ന് പറയുന്ന നീൽ സാറിനെ വിളിപ്പിച്ചു. അദ്ദേഹം വന്ന് എനിക്ക് അനസ്തീഷ്യ തരികയും എൻ്റെ
അത് ഫ്രാക്ചറെല്ലാം അത് ആക്കി അവര് സ്ട്രേപ്പിംഗ് ഇട്ട്. കാരണം അവിടെ കൈ ഇങ്ങനെ ഇളകി തോള് പോയതായതുകൊണ്ട് സ്ട്രേപ്പിംഗ് വെച്ച് 5 മാസം ആ കൈ അനക്കാതെ ഞാൻ അങ്ങനെ അതിനിരിക്കേണ്ടി വന്നു. അങ്ങനെ വലിയ ഒരു ആ ഒരു ആപത്തിൽ നിന്ന് കർത്താവ് എന്നെ രക്ഷിച്ചു. മരണത്തിൽ നിന്ന് നീക്കുപോക്കുകൾ എന്റെ യഹോവയ്ക്കുള്ളതാകുന്നു. ആ ഇസ്കിയാവിന് കർത്താവ് ആയുസ് നീട്ടിക്കൊടുത്ത പിതാവ് എനിക്കും കർത്താവ് നീട്ടി തന്നു. ഇന്നിയോളം കർത്താവ് നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം. ഒന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, എന്റെ യേശു എന്നെ കുറിച്ച് എന്താഗ്രഹിക്കുന്നു. ഞാൻ ആർക്കെല്ലാം എന്തെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണമോ. ഹല്ലേലൂയ, സ്തോത്രം. അതിനുവേണ്ടി എന്നെ തന്നെ സമർപ്പിച്ച് ഞാൻ ഓരോ ദിവസവും ജീവിക്കുന്നു. അവിടുത്തെ കർത്താവ് എനിക്ക് സൗഖ്യം തന്നതിനായി സ്തോത്രം. അങ്ങനെ ഡോക്ടറൊക്കെ പറഞ്ഞ ആ കൈ പുറമോട്ട് തിരിക്കാൻ പറ്റാതെ വരുമെന്ന്. ഞാൻ ആ സമയം കഷ്ടത്തിലായത് എനിക്ക് ഏറ്റവും ഗുണമായെന്ന് പറഞ്ഞ പ്രകാരം ആ കഷ്ടത്തിൽ ഇരുന്നപ്പോൾ എൻ്റെ കർത്താവിനോട് കൂടെ ചേർന്നിരുന്ന് ബൈബിള് വായിക്കാനും അതേ പ്രാർത്ഥിക്കുവാനും പാട്ടുകൾ പാടുവാനും ആശ്വസിപ്പാനും എല്ലാം കർത്താവ് കൃപ തന്നു. ദൈവത്തിന് സ്തോത്രം. അതെനിക്ക് ഏറ്റവും എൻ്റെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹപ്രദമായി തീർന്നു. അതിന് ഞാൻ ദൈവത്തിന് നന്ദി ഹൃദയത്തോടുകൂടി സ്തോത്രം ചെയ്തു. ഞാൻ ഈ പറയുന്നതായ സമയത്തും എന്റെ സഹോദരങ്ങളും എന്റെ കൂട്ടുകാരും പലരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുവെങ്കിലും കുറെ പേരുണ്ട്. അവരൊക്കെയും എന്നെ ഇപ്പോഴും വിളിക്കുകയും എടുക്കുകയും എല്ലാം ചെയ്യുന്നു. അവരെല്ലാം ഈ സാക്ഷ്യവും ഇടുമ്പോൾ അതെല്ലാം അവർ കേൾക്കുകയും കാണുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. അത്ഭുതങ്ങളുടെ ദൈവം, അതിശയങ്ങളുടെ ദൈവം, വിശുദ്ധ വീര്യ പ്രവൃത്തികളുടെ ദൈവം എപ്പോഴും നമ്മൾക്ക് വേണ്ടി ഉള്ളതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവം ജീവിക്കുന്നതിനാൽ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവമാരുള്ളൂ എന്ന് പറയുവാൻ ഓർത്ത് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. നന്ദി കരയേറ്റുന്നു. ഇനി ഞാൻ ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരുന്ന് സൗഖ്യമായത്. എന്നാൽ കർത്താവ് വിടുതല് അത്ഭുതകരമായിട്ട് 5 മാസത്തിന് ശേഷം കൈ തിരിക്കുവാനും എല്ലാം കർത്താവ് കൃപ തന്നു. ആ കൈ കൊണ്ടാണ് കർത്താവിന്റെ കൃപയാല് ഞാൻ 2017 എന്റെ ദൈവം എനിക്ക് ചെയ്തതായ ഉപകാരത്തിനും അത്ഭുതങ്ങളെ കുറിച്ചും എഴുതുവാന്, അതേ അരുമനാഥൻ നടത്തിയ വിധങ്ങൾ, അങ്ങനെ ഒരു പുസ്തകം എഴുതുവാനും കർത്താവ് എനിക്ക് കൃപ തന്നു. പാട്ടുകൾ 31 പാട്ടുകൾ എഴുതി. അതും അതിനകത്ത് ആ പാട്ടുകളെല്ലാം അച്ചടിക്കുവാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. ആദ്യം ഞാൻ അതിലെഴുതി അതങ്ങനെ അച്ചടിച്ച് 1000 കോപ്പികൾ ഉണ്ടാക്കി അടിച്ചു. എല്ലാവർക്കും അത് കൊടുക്കുന്നതിനും ദൈവം എനിക്ക് സഹായിച്ചു. എന്റെ കർത്താവിന്റെ കൃപ അതൊന്ന് മാത്രമാണെന്നു ഞാൻ ആ ഉരിയാടാ കഴുതയെ കൊണ്ട് സംസാരിപ്പിച്ച കർത്താവ് ആണ് ഇത് മുഴുവനും എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. എന്നിൽ ഒരു നന്മയോ പുണ്യമായില്ല. ദൈവത്തിന് നന്ദി ഹൃദയത്തോടുകൂടി സ്തോത്രം. ഇനി ഞാൻ കടന്നു വരട്ടെ. എൻ്റെ 2007 ഹസ്ബൻഡ് നാട്ടിൽ പോയതിനെ കുറിച്ച്. ഹല്ലേലൂയ, ദൈവമേ സ്തോത്രം. സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. അവിടുന്ന് അദ്ദേഹം അങ്ങനെ അപ്പച്ചനെ ശുശ്രൂഷിക്കുകയെല്ലാം ചെയ്തു. ഏകദേശം 1 മാസം കഴിഞ്ഞു. എന്നാലും എനിക്ക് അലർജിയുടെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരു അലർജി ഉണ്ടായി. എപ്പോഴും അത് ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാത്തത് കൊണ്ട് എല്ലാ ക്ലൈമറ്റിന്റെയും പിന്നെ പൊടിയുടെ അലർജി അങ്ങനെ ആ സമയത്തും എനിക്ക് ചില സന്ദർഭങ്ങളിൽ അത് കൂടും, ചില സമയത്ത് അത് കുറഞ്ഞിരിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ശ്വാസം എടുക്കാൻ വിമിഷ്ടവും നടക്കാൻ വയ്യാതെ അങ്ങനെ വളരെ ബുദ്ധിമുട്ടും. അങ്ങനെ ആയപ്പോൾ ഞാൻ അത് ഹസ്ബൻഡിനോട് പറയാൻ ആഗ്രഹിച്ചു. എന്നാൽ അതിനു മുന്നിൽ ഞാനൊരു സ്വപ്നം കാണുന്നതിനിടയായി. എൻ്റെ ഹസ്ബൻഡ് ശ്വാസം മുട്ടി മരിക്കുന്നതായിട്ട് ഒരു ശനിയാഴ്ച ഞാൻ കണ്ടു. ആ ശനിയാഴ്ച ഞാൻ രാവിലെ സൺഡേ ആയിരുന്നു. സൺഡേയിൽ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചേച്ച് ഞാൻ വിചാരിച്ചു എന്തോ അപ്പച്ചന് സുഖമില്ലാഞ്ഞിട്ട് വല്ലതും പറ്റിയാണോ, ആർക്കാണ് എന്താണെന്ന് എനിക്കറിയാതെ ഞാൻ വിളിച്ചിട്ട് ആരും ഫോൺ എടുത്തില്ല ഒന്നും. അത് കഴിഞ്ഞേച്ച് ഞാൻ ചർച്ചിൽ പോയി. ദൈവത്തിന് സ്തോത്രം. പിന്നെ അതിനുശേഷം അദ്ദേഹം വന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ല. പിന്നെ വിളിച്ചപ്പം ഈ വിവരങ്ങൾ പറയാതിരുന്നു. എന്നാൽ കാരണം എന്താണെന്ന് എനിക്ക് അറിയത്തുമില്ല. അത് കഴിഞ്ഞേച്ച് ഞാൻ ഫെബ്രുവരി മാസത്തില് എനിക്ക് ഒട്ടും വയ്യാതെ ഇങ്ങനെ ആയപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ശ്വാസം മുട്ടുന്നു, നടക്കാൻ വയ്യ, എളുപ്പം വീട്ടിൽ വരണമെന്ന്. അപ്പോഴ് 2007 ഫെബ്രുവരി 10 അദ്ദേഹം നാട്ടിൽ വന്നു. ഭോപ്പാൽ ജബൽപൂരി വന്നു. ജബൽപൂരി വന്നിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. അപ്പോൾ
ഞാൻ നോക്കിയപ്പോഴേക്ക് എന്നേക്കാൾ വയ്യാതാണ് അദ്ദേഹം ഇരിക്കുന്നത്. മുഖമെല്ലാം കൂടെ ഭയങ്കര വണ്ണമായിട്ട് നീര് വെച്ച് അങ്ങനെ പവിനോസായിട്ടിരിക്കുന്ന എല്ലാം കണ്ട. അന്നേരം ഞാൻ ഉടനെ പറഞ്ഞു, ചാച്ച ഇങ്ങനെ എന്തുവാ ഇത്രയും വണ്ണമായിട്ടിരിക്കുന്നത്? അന്നേരം പറഞ്ഞു, ഓ ലീലാമ്മ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു, അത് കഴിച്ച് ഞാനിങ്ങനെ വണ്ണം വെച്ചതാണെന്ന്. എന്നാൽ അദ്ദേഹം ഇവിടുന്ന് പോകുമ്പോ 15 ഡേയ്സിനുള്ള മെഡിസിനെ കൊണ്ടുപോയുള്ളൂ. അദ്ദേഹത്തിന് അസ്തമയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു, അത് നിമിത്തം ഹാർട്ട് വീക്ക് ആയിരുന്നു. അപ്പോഴതിന് വേണ്ടിയിട്ട് 5 ഡേയ്സ് മെഡിസിൻ കഴിച്ച് 2 ദിവസം റെസ്റ്റ് കൊടുക്കുന്ന അങ്ങനെയുള്ളത് അത് കണ്ടിന്യൂ കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 15 ഡേയ്സ് കഴിച്ചതിന് ശേഷം പിന്നെ നോക്കുവോ എടുക്കുവോ പിന്നെ അത് വാങ്ങിക്കുകയോ യാതൊന്നും ചെയ്തിട്ടില്ല. അത് നിമിത്തം ബിപിയും കൂടി എല്ലാം ഇതായിട്ടാണ് ട്രെയിനെ കർത്താപ്പച്ചന് അത്ഭുതമായിട്ട് കൊണ്ടുവന്നു. അപ്പൊ വന്നു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ വലിയ ഒരു വിപത്തിൽ നിന്നും അത്യാഹിതത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു വന്നിരിക്കുകയാണെന്ന്. അന്നേരമാണ് പറയുന്നത്, അടുത്ത വീട്ടിലെ കുഞ്ഞുമോൻ എന്ന് പറയുന്ന ഒരു ബ്രദർ, അവരെല്ലാം കസിൻസ് ആണ്, അവരുടെ കൂടെ ഒന്നിച്ച് ചർച്ചിൽ പോകാനിരുന്നത്. അപ്പോഴാണ് അവരുടെ വീട്ടിലെ വാട്ടർ ടാങ്കിന്റെ ടാങ്കി നല്ലതായില്ല, അത് ശരിയാക്കാനാരോ വന്നെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. സോറി. അവിടുന്ന് അതുകൊണ്ട് ഞാൻ കുറച്ച് താമസിക്കുമെന്ന് പറഞ്ഞു. അന്നേരം അദ്ദേഹം പറഞ്ഞു, എന്നാ ഞാൻ പോവാ. അപ്പൊ ഞാൻ പിന്നെ പാസ്റ്റർ വഴക്ക് പറയുമെന്നും പറഞ്ഞിട്ട് അനിയനോട് പറഞ്ഞു, നീ എന്നെ 2 വീലറെ കൊണ്ടുവന്ന് വീട്ടിൽ ചർച്ച വിടാറ്. ചർച്ചിൽ കൊണ്ടുവിട്ടേച്ച് അവൻ പിന്നെ അനിയത്തിയും കൊണ്ട് പോയി. ഇവര് അപ്പനും മോളും കൂടെ കൂടി വയകനാർ കാറയില്, അപ്പൊ കനാലിന്റെ കരയിൽ കൂടിയാണ് ചർച്ചിലോട്ട് പോകേണ്ടത്. താമസിക്കുന്നത് ഞങ്ങൾ കനാലിന്റെ അടുത്ത് തന്നെയാണ്. അപ്പോഴങ്ങനെ പോകുമ്പോൾ എതിരെ ഒരു സ്കൂട്ടറുകാരൻ വരുന്നു. അയാളുടെ മുന്നിൽ ഒരു പട്ടി കുറുകെ ചാടുകയും ആ വ്യക്തിയെ രക്ഷിക്കാനായിട്ട് ഇവരുടെ വണ്ടി സഡൻ ബ്രേക്ക് ഇടുകയും ഈ വണ്ടി തെറിച്ച് വെള്ളത്തിൽ വീഴുകയുമായിരുന്നു. ഓട്ടോമാറ്റിക് ആ കാറ് 2 ഡോറും അങ്ങ് അടഞ്ഞു, തുറക്കാനും ഒക്കുന്നില്ല. ഒരു പ്രാവശ്യം വെള്ളത്തിൽ മുങ്ങി 1, 2 ആയപ്പോഴത്തേ രണ്ടാമത് പൊങ്ങി വന്നപ്പം അയാളൊരു മിലിറ്ററി റിട്ടയർഡ് ആയിരുന്നു. അദ്ദേഹം ഫ്രണ്ട് സൈഡിലെ അപ്പനും മോളും ഇരുന്നത്, ആ കാഞ്ച് പൊട്ടിച്ചേച്ച് പറഞ്ഞു, മോള് ഇതിക്കടെ എടുത്തിയാടാ. ഇല്ല ഡാഡിയും കൂടെ ചാടാ. ഇല്ല നീ ഇറങ്ങിക്കോ, ഞാൻ ചാടിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞ് ഇറങ്ങി. അപ്പോഴത്തേക്കിന് ഒരു പൊട്ടൻ അതിലേ പോയി. ആ മനുഷ്യൻ പോയി മേളിൽ നിന്നൊരു കയറെടുത്തോണ്ട് വന്ന് ഇട്ട് കൊടുത്തു. കൊച്ചങ്ങനെ അതേ പിടിച്ചിട്ട് നീന്തിക്കൊണ്ട് കിടന്നു. അപ്പോഴത്തെ ഈ ബ്രദറ് കുഞ്ഞുമാനെന്ന് പറഞ്ഞ സ്തോത്രം, അവര് ഇറങ്ങിയിട്ട് വെള്ളത്തില് ഇങ്ങനെ നടക്കുമ്പോൾ അല്ല നീന്തുമ്പോൾ ഒരു MLA എന്ന് പറഞ്ഞ വ്യക്തിയെ ആ കാറുമായിട്ട് വരുന്നു. ഇത് കാണുന്നതിനിടയായി. അപ്പോഴവരുടനെ ഫയർ ബ്രിഗേഡിനെ വിളിപ്പിച്ചു. അവരുടൻ തന്നെ വന്നു. കാറും ആ കൊച്ചുങ്ങളെ അദ്ദേഹത്തിനെയും വണ്ടിയും ഈവൻ ബൈബിൾ വരെയും എല്ലാം, കാറിന്റെ ടയർ താഴെ പോയി എങ്കിലും അതുവരെയും കെട്ടി, ഒന്നും നാശമില്ലാതെ. അവരെല്ലാം അത്ഭുതപ്പെട്ടു, ഇവർ എങ്ങനെ രക്ഷപ്പെട്ടു. ഈ വലിയ അത് ഭയങ്കര കനാലിൽ കൂടി ആ സമയം ഭയങ്കര വെള്ളം പോകുന്ന സമയമായിരുന്നു. അങ്ങനെ അവർ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് എന്നെ ദൈവം കാണിച്ചത്. എന്റെ ഹസ്ബൻഡും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവര് 3 അതിൽ തന്നെ താണിട്ട് പിന്നെ കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ അത് സംഭവം. അതാണ് ശ്വാസം മുട്ടി മരിക്കുന്നതായിട്ട് കാണുന്നത്. കർത്താവ് അവിടെയും രക്ഷിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഇവിടെ വന്നു പിന്നെ ഞാൻ ഡോക്ടറിനെ കാണിപ്പിച്ചു. അദ്ദേഹത്തിന് നോക്കിയപ്പോൾ 190, 120 BP ഒത്തിരി കൂടുതൽ ഇതായിരുന്നു. അത് കഴിഞ്ഞേച്ച് പിന്നെ അദ്ദേഹം മെഡിസിനും എല്ലാം കൊടുത്തു. എനിക്ക് ഒരു പഫും ഒരു ടാബ്ലറ്റും എഴുതി തന്നിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. അതിനുശേഷം ഈ 18, 19, 20 ഈ 3 ദിവസങ്ങളിൽ ഞങ്ങളുടെ കൺവെൻഷൻ ആയിരുന്നു ജബൽപൂരിലെ. അപ്പൊ ഞങ്ങള് രണ്ടും കൂടെ പോയി. അപ്പോഴും മോനും ഭോപ്പാലിൽ നിന്നും കൺവെൻഷന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് 18, 19 2 ദിവസം ഹസ്ബൻഡ് വന്നിരുന്നു കൂടെ. മൂന്നാമത്തെ ദിവസം 20-ാം തീയതി വന്നില്ല. എന്നോട് പറഞ്ഞു, നിങ്ങൾ 2 പേരും കൂടെ പൊക്കോ, ഞാൻ ഇവിടെ ഇരുന്നോളാം, ഇന്ന് വരുന്നില്ലെന്ന്. അത് കഴിഞ്ഞ് ഞാനും മോനും പോയി. അവിടുന്ന് കൺവെൻഷൻ കഴിഞ്ഞിട്ട് മോൻ എന്നെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് അവൻ ഭോപ്പാലിലേക്ക് ആ രാത്രി തന്നെ തിരിച്ചു പോന്നു. അതിന്റെ പിറ്റേന്ന് 21-ന് വൈകിട്ടായപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഒരു ക്ഷീണവും അങ്ങനെ കിടക്കുകയും ഒക്കെ ആയിരുന്നു. കിടന്ന് വൈകിട്ടായപ്പോ ഞാൻ ചോദിച്ചെന്ത് വേണം.
അന്നേരം റൊട്ടി മതിയോ ചോറ്, അന്നേരം പറഞ്ഞ് റൊട്ടി മതിയെന്ന്. ഞാൻ റൊട്ടി ഉണ്ടാക്കി അങ്ങനെ കൊടു 2 റൊട്ടി സബ്ജിയും കൂടെ കൊടുത്തിട്ട് ഞാനും പോയി 2 റൊട്ടി ഉണ്ടാക്കി പോയിട്ട് കഴിക്കാൻ പറഞ്ഞ വെള്ളവും എല്ലാം കൊടുത്തിട്ട് പോയതാണ്. പക്ഷെ പുള്ളി അവിടെ എഴുന്നേറ്റിരുന്നു, അത് കഴിച്ചില്ല. ഞാൻ അവിടുന്ന് വന്ന് നോക്കിയപ്പോഴേ കഴിക്കാതിരിക്കുന്നു. ഞാൻ ചോദിച്ചു എന്നാ കഴിക്കാൻ വയ്യ, ഞാൻ മുറിച്ചു തരണം. ഞാൻ അന്നേരം മുറിച്ച് അദ്ദേഹത്തിന് കൊടുത്തപ്പോ എനിക്ക് മനസ്സിലായി പുള്ളിക്ക് അത്ര നല്ല ഇതല്ലല്ലോ. എങ്ങനെ ഞാൻ 2 റൊട്ടി കഴിച്ചേച്ച് പാത്രമെല്ലാം കഴുകിയേച്ച് വന്നു. നോക്കിയപ്പോ പിന്നെയും അദ്ദേഹം കഴിച്ചു കഴിഞ്ഞേച്ച് കിടന്നെങ്കിലും ദേഹം മുഴുവനും വേർത്തിരിക്കുന്നു. അപ്പൊ ഞാൻ എളുപ്പം വേർപ്പെല്ലാം തുടച്ച് ഞാൻ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ചച്ചയ്ക്ക് ഇതാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഇല്ലില്ല എനിക്കൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഒരു ആദത്താണ്, ഒരിക്കലും എനിക്ക് അസുഖമാണെന്ന് പറയുകയല്ല. അത് ആരോടും നമ്മൾ പറയാനും പറ്റത്തില്ല. പറയുന്നത് പുള്ളിക്ക് ഇഷ്ടമല്ല, അസുഖമാണെന്ന് പറയില്ല ആരും. അവിടുന്ന് ഞാൻ അയലത്തുള്ളവരെ വിളിച്ചു. പിന്നെ അവര് വന്നിട്ട് പിള്ളേർ പാൻറ്റിടിപ്പിച്ചു. പിന്നെ ഞങ്ങൾ എളുപ്പുന്ന അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് സോർബിട്രേറ്റ് എന്ന് പറയുന്ന ടാബ്ലറ്റ് ആയി ഹാർട്ടിന് കൊടുക്കുന്നത്. എനിക്കറിയാം പുള്ളിക്ക് ഹാർട്ടിന്റെ പ്രോബ്ലം, അതാ ഇത്രയും പസീനയായി. ഞാൻ അതേൽ ഒരെണ്ണം എടുത്തു കൊടുത്തു. കഴിച്ചേച്ച് എന്നോട് പറഞ്ഞു ഇല്ല അത് 5 mg അല്ല 2.5 ഉള്ളൂ, അതുകൊണ്ട് ഒന്നുകൂടെ തരാൻ കൊടുത്തു. കഴിച്ചു. പോയെങ്കിൽ ഞങ്ങൾ MPV കൊണ്ടുവന്ന് പുള്ളിയുടെ ഹോസ്പിറ്റലിൽ തന്നെ ECG എടുത്തപ്പോഴത്തേ ഒത്തിരി ബാഡ് ആയിരുന്നു. അവരോടൻ തന്നെ വേറെ പ്രൈവറ്റിലേക്ക് അവിടെ അത്രയും ഫെസിലിറ്റി ഇല്ല ഒന്നിന്റെ. അവിടുന്ന് പ്രൈവറ്റിലേക്ക് ഞങ്ങളെ വിടുകയായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ അവിടെ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കിന് ഒത്തിരി കണ്ടീഷൻ ഇതായിരുന്നു. ഞാൻ എടുത്ത് താങ്ങി പിടിച്ചെങ്കിലും കഴുത്തൊക്കെ നേരെ പോകുന്നില്ല, ഇരിക്കുന്നില്ല, അങ്ങ് വഴുതി വീഴുകയായിരുന്നു, ഒന്നും വയ്യാതെ. അങ്ങനെയുള്ള അവശ്യ സ്ഥിതിയായി. ദൈവത്തിന് സ്തോത്രം. അവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ അഡ്മിറ്റ് ചെയ്തു. 21 കഴിഞ്ഞു. അപ്പോഴത്തെ ഞങ്ങൾ അറിയുന്ന ഡോക്ടറായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഒത്തിരി കണ്ടീഷൻ ശരിയല്ല. അങ്ങനെ പിന്നെ അപ്പോഴത്തേക്കിന് ഞാൻ മോനെ വിളിപ്പിച്ചു. മോൻ അന്നേരം 22-ന് മോൻ വന്നു. ഉടനെ പിറ്റേന്ന് രാവിലെ അവൻ വന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു മോളെ കൂടെ വിളിപ്പിക്കാമെന്ന്. അപ്പൊ പറഞ്ഞു മമ്മി ഞാനിവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പൊ മോളെ വിളിക്കണ്ട, ഞാൻ എല്ലാം നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 22 വൈകിട്ട് ആയപ്പോഴത്തേക്കിന് അദ്ദേഹത്തിന്റെ പിന്നെ ECG മറ്റുള്ള ഇതെല്ലാം ഹാർട്ടിന്റെ സർവ്വ കാര്യങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഹല്ലേലൂയ എന്നും പറഞ്ഞ് ചാടി എഴുന്നേറ്റിരുന്നിട്ട് 2 കൈയും ആകാശത്തിലേക്ക് ഉയർത്തി അങ്ങനെ ഹല്ലേലൂയ പറയുന്നതിനിടയായി. ഞാൻ ചോദിച്ചു ചാച്ച എന്തോ പറ്റി, ഇതെല്ലാം എന്തിനാ എടുത്ത് നീക്കിയത്? ഒന്നും പറഞ്ഞില്ല. അതിനുശേഷം ഞാൻ കിടക്കാൻ പറഞ്ഞു. പിന്നെ കിടത്തിയിട്ട് ഡോക്ടർ വന്നിട്ട് അതെല്ലാം വീണ്ടും വെച്ചപ്പോ പുള്ളി എന്നെ നോക്കിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് കിടന്നു. അങ്ങ് കണ്ണുനീര് പോകുന്നത് ഞാൻ കണ്ടു. അത് എന്നെ കാണിക്കാതിരിക്കാൻ. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞ് പിന്നെ അവര് എല്ലാം നോക്കിയിട്ട് നോക്കുന്നില്ല. പിന്നെ അവര് ട്രക്കിയോസ്റ്റമി ചെയ്തു. അപ്പോഴും അങ്ങനെ ചെയ്ത് നോക്കിയിട്ടും ഓക്സിജന്റെ ലെവല് ശരിക്ക് വരുന്നില്ലായിരുന്നു. അങ്ങനെ 23-ാം തീയതി വെളുപ്പിനെ 5:30 താൻ പ്രിയം വെച്ച് സ്തോത്രം കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷമല്ല എന്റെ ജീവിതം ലോകം എന്താണെന്നും എല്ലാവരും എങ്ങനെയാണ് നമ്മളോടൊന്നുള്ള ആ രീതിയിൽ സർവ്വതും മനസ്സിലാക്കുവാൻ എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്റെ ആശ്രയമായി ഞാൻ പിന്നെ കണ്ടത് എന്റെ സർവ്വമായി എന്റെ ദൈവം മാത്രമാകുന്നു. എന്റെ തുടയും എന്റെ സർവ്വവുമായി കണ്ടുപോകാൻ. അങ്ങനെ എന്നാൽ നേരത്തെ ഇല്ലായിരുന്നു. വാസ്തവത്തിൽ നേരത്തെ അത്രയും ഇല്ലായിരുന്നു. എന്റെ ഹസ്ബൻഡ് ആയിരുന്നു എനിക്കെല്ലാം. വാസ്തവത്തില് അദ്ദേഹം എന്ത് പറയുന്നു അതനുസരിച്ചായിരുന്നു എന്റെ ജീവിതം. ചർച്ചിൽ പോകണ്ടെന്ന് പറഞ്ഞ് ഞാൻ അന്നേരം പോവുകയില്ല. അങ്ങനെ എല്ലാം കേട്ടനുസരിച്ച് അങ്ങനെ ഇതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവങ്ങളെ ദൈവത്തിന്റെ ഉദ്ദേശം എന്നെ അറിയിച്ചായിരുന്നു. പല പ്രാവശ്യം പുള്ളി ഇങ്ങനെ ആകുന്നതായിട്ട്. ദൈവത്തിന് സ്തോത്രം. അത്ഭുതകരമായിട്ട് പല സന്ദർഭങ്ങളിലും പിടിപിടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ഹിതത്തിന് ആരും
ഒന്നും പറയുവാൻ കഴിയുകയില്ലല്ലോ. എന്നാലും എന്റെ കൂട്ടുകാരെല്ലാം എന്റെ ഹസ്ബൻഡിനെ കാണാൻ വന്നപ്പോൾ, എടീ സൂസമ്മ നിനക്ക് എന്ത് പറ്റിയടി, നിനക്ക് എന്താണ് ഈ ദൈവം ഇങ്ങനെ ചെയ്തതെന്ന്. കാരണം അവർക്കെല്ലാം അറിയാം, ഞാൻ അവരെ എല്ലാം ഞാൻ സമാധാനം പറയും, അവരെല്ലാം വഴക്കുണ്ടാക്കുകയോ എടുക്കുകയൊക്കെ ചെയ്തിട്ട് അവർ വന്ന് പറയുമ്പോ അവരോട് ഞാൻ പറയും എപ്പോഴും നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാരാണ് സർവവും, അവർക്ക് കയ്യോ കാലോ കണ്ണോ ഒന്നുമില്ലെങ്കിലും നമ്മുടെ ഭവനത്തിൽ ഇരുന്നാൽ മതിയെന്ന്. എന്നാൽ എന്റെ കർത്താവിന്റെ ഹിതമില്ലായിരുന്നു എന്റെ കർത്താവിനെ കുറിച്ച്. അതിനാൽ ഞാൻ പിന്നെ പ്രത്യേക എന്റെ കണ്ണുനീര് തുടയ്ക്കാൻ ആർക്കും കഴിയുകയില്ലായിരുന്നു. ഒരു ദിവസം എന്റെ കർത്താവിനോട് സംസാരിച്ചു, ഞാൻ ദൈവമാകുന്നു, ഞാൻ നിന്റെ ജീവിതം എന്ന വഴി നടത്താൻ ശക്തനാകുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നത് വ്യർത്ഥമാകുന്നു. ദൈവത്തിന് സ്തോത്രം. അതിൽ പിന്നെ എന്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ കർത്താവ് അത് മാറ്റി എന്നെ ഇത്രത്തോളം ദൈവം എന്നെ നടത്തുന്നു. പിന്നെ എനിക്കുള്ളതെന്ന് പറയാൻ എന്റെ പാസ്റ്റേഴ്സും അതേ എന്റെ സഭയിലുള്ള വിശ്വാസികളും എല്ലാവരും എനിക്ക് എപ്പോഴും നല്ലതായിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അതിനുശേഷം 2008 ഞാനൊരു സ്തോത്രം 2008 ഞാനൊരു ദർശനം കാണുന്നതിനിടയായി. അത് ഇതായിരുന്നു, ഞങ്ങളുടെ ഭോപ്പാൽ ദേശത്തിലെ IPCയിലെ ഹെബ്രോൺ ചർച്ചിലൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അന്ന് ജേക്കബ് ചാക്കോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഭാര്യ ലിസ്സി, ആ അമ്മാമ്മ ഇങ്ങനെ സുഖമില്ലാതെ കുറെ 1-2 ആഴ്ച കൊണ്ട് കിടക്കുകയാണ്. അവരുടെ കാലിന് ഭയങ്കര വേദനയും അവർക്ക് മനപ്രയാസവുമായി ഇരിക്കുന്നു. ആയതിനാല് നീ പോയി അവിടെ പോയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു എന്നോട് ദൈവം. ഇങ്ങനെ ഈ കാര്യം എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു, കർത്താവേ, ഞാൻ ഒരു TBMകാരിയാണല്ലോ, ഞാൻ എങ്ങനെയാണ് അവിടെ പോയി, അത് ഞങ്ങളുടെ എന്റെ ജ്യേഷ്ഠത്തെയും ജ്യേഷ്ഠനും എല്ലാം അവിടെയാണ് ആരാധിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ അവിടെ അവിടെ ചെന്ന് അവരുടെ അടുക്ക, അവരുടെ ചർച്ചും എനിക്ക് അറിയയില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ എന്നാൽ എന്റെ ജ്യേഷ്ഠന് എപ്പോഴും, ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് അച്ചാത്തന് എപ്പോഴും അവിടെ ചെല്ലുമ്പോഴേ ഞങ്ങളുടെ വീട്ടിലും എന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം എന്റെ മോൻ ഭോപ്പാലിലാണ് താമസിച്ചത്, ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് എന്നെയും ഇവിടെ കൊണ്ടുവന്നായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ, ഞങ്ങൾ വേറെ താമസിക്കായിരുന്നു അവിടെ അടുത്ത് തന്നെ. അപ്പോഴവിടെയും ഈ പാസ്റ്ററിനെയും അമ്മാമയും കൊണ്ടുവരുമായിരുന്നു. അപ്പോഴന്ന് ഇങ്ങനെ ഈ സ്വപ്നം കണ്ടതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ പാസ്റ്റർ വരുന്നത്. അപ്പൊ പാസ്റ്റർ തന്നെ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ സ്വപ്നം കണ്ടത് മനസ്സിലിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, കർത്താവേ, അത് ഞാൻ പോയില്ലല്ലോ, ചെയ്തില്ലല്ലോ, അതിന് ഞാൻ എന്ത് ചെയ്യണം, ഇങ്ങനെ ഞാൻ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും പ്രാർത്ഥിച്ചിട്ട് പാസ്റ്റർ വന്നിട്ട് പോകാൻ നേരത്ത് ഞാൻ ചോദിച്ചു, പാസ്റ്റർ ഇന്ന് അമ്മാമ്മ വന്നില്ലല്ലോ, എന്താ സുഖമില്ലേന്ന് ചോദിച്ചു. അപ്പൊ സുഖമില്ലേന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, എന്താ ആന്റി വല്ല ദർശനവും കണ്ടോ? ഞാൻ പറഞ്ഞു, യേശുപ്പച്ചൻ എന്നോട് പറഞ്ഞു അമ്മാമ്മയ്ക്ക് സുഖമില്ലാതെ ഇങ്ങനെ 2 ആഴ്ച കൊണ്ട് കിടക്കുകയാണ്, കട്ടിലെ തന്നെ കുളിക്കാതെയൊക്കെ. അങ്ങനെ പറഞ്ഞു. അവിടെ പോയിട്ട് അമ്മാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചു, എന്നിട്ട് ആന്റി എന്താ വരാഞ്ഞ്? യേശുപ്പച്ചൻ വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അത് ചെയ്യാൻ എന്താ തെറ്റല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഷിബുവും സാവും അവരെല്ലാം ഉണ്ട്, പിന്നെ ഞാൻ അവിടെ വന്ന് എങ്ങനെയാ TPMകാര് പ്രാർത്ഥിക്കുന്നത്? അന്നേരം എന്നോട് പാസ്റ്റർ പറഞ്ഞു, ഇല്ല, രാജാക്കന്മാരുടെ അരമനയിൽ പോയി അവരോടും പറയണമെന്ന് കർത്താവ് പറഞ്ഞാൽ കർത്താവിനേക്കാൾ വലിയവനായി ഈ ലോകത്തിൽ ഒരുത്തരുമില്ല, അതുകൊണ്ട് അത് പോയി പറയേണ്ടതല്ലായിരുന്നു. ഞാൻ പറഞ്ഞു, സോറി, ഞാൻ ദൈവത്തിനോടും പാസ്റ്ററിനോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു, ഞാൻ ഇന്ന് രാത്രിയിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കാം, അവർ നാളെ ഞാൻ എപ്പം വന്നാൽ പാസ്റ്റർ അവിടെ കാണുമെന്ന് ചോദിച്ചു. അന്നേരം സമയം പറഞ്ഞ് രാവിലെ തൊട്ടുണ്ടെന്ന്. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഞാൻ എന്റെ ജ്യേഷ്ഠത്തിയുടെ മകൾ അവിടെ ആണ് പോകുന്നത്. അവളോട് ചോദിച്ചു, എടി മോളെ, എനിക്ക് പാസ്റ്ററിന്റെ വീട്ടു വരെ ഒന്ന് പോണം, എന്നെ എങ്ങനെ ഒന്ന് വിടാവുന്ന? അന്നേരം പറഞ്ഞു, നിശി ഇന്ന് പോയിട്ടില്ല, അവിടെ മകള് സ്കൂളിൽ പോയില്ല, ഹോംവർക്ക് ചെയ്യാഞ്ഞത് കൊണ്ട് അവൾ ഇവിടെ ഉണ്ട്, അവളെയും കൊണ്ട് അമ്മാമ ഓട്ടോ വിളിച്ച് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ അവിടെ ചെന്ന സമയത്ത് 2 ആഴ്ച കൊണ്ട്, ഹല്ലേലൂയ, ഞാൻ കണ്ട വ്യക്തിയെ അല്ല അന്നേരം കാണുന്നത്. അവിടെ നല്ല സുഖമായിട്ട് കട്ടിലേൽ കർത്താവിന്റെ കൃപയാലെ അവിടെ കുളിച്ചൊരുങ്ങിയിരിക്കുന്നു. അപ്പൊ 2 ആഴ്ച കൊണ്ട് എണ്ണിക്കാതെ ബെഡേ കിടന്നതാണ്.
ആ വ്യക്തിക്ക് രാത്രി കർത്താവ് പരിപൂർണ സൗഖ്യം കൊടുത്തു. എന്റെ ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. അതേ ദൈവമക്കളെ, ഞാൻ പറയുന്നതിന്റെ കാരണം നമ്മളിൽ ഒന്നുമില്ല. കർത്താവ് നമ്മൾ പറഞ്ഞാൽ അത് കേട്ടാൽ ആ അനുസരണം നമ്മൾ കാണിച്ച കർത്താവ് ഉടനടി അതിന് മറുപടി കൊടുത്താതെ ഏത് അസുഖം എന്താണെന്ന് പറഞ്ഞാലും കർത്താവ് അത് ചെയ്യുവാൻ ശക്തനാകുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ കർത്താവ് വീണ്ടും എനിക്ക് അവസരങ്ങളെ തന്നതിനായി ദൈവത്തിന് നന്ദി പറഞ്ഞു ഹൃദയത്തോടുകൂടി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അങ്ങനെ അന്ന് ഞങ്ങള് മൊത്തം ഇരുന്ന് അവിടെ ഇരുന്ന് കണ്ട് 4 മണി വരെയും പ്രാർത്ഥിക്കുന്നതിനിടയായി സന്തോഷത്തോടുകൂടി പാസ്റ്ററിന് ഒരു മോളും ഒരു മകനും ഉണ്ട്. അവരും അവിടെ ഞങ്ങൾ എല്ലാം കൂടെ കൂടിയിരുന്ന് പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ തിരിച്ചു വരുന്നതിന് ഇടയായി. ദൈവത്തിന് സ്തോത്രം സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അതിനുശേഷം ഞാന് ദൈവത്തിന് സ്തോത്രം, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പിന്നെ ഞങ്ങളുടെ 2015 21 തീയതി മെയ് മാസം ഒരു ദർശനം കണ്ടു. ആ ദർശനം കണ്ടത് ഇതായിരുന്നു. ഞങ്ങളുടെ TPMലെ ഒരു പാസ്റ്ററാണ്. അദ്ദേഹം കേരളത്തിലാണ് താമസിക്കുന്നതും ജോബ് ചെയ്യുന്നതും. ആ പാസ്റ്ററിന്റെ അടുക്ക ഞാൻ ഇതുപോലെ എന്നോട് വന്നിട്ട് കർത്താവ് എന്നോട് സംസാരിച്ചു. എനിക്ക് ഇഷ്ടമുള്ളതായ എന്റെ ഇഷ്ടദാസനും ഭയഭക്തിയോടും വിശ്വാസത്തോടും കൂടി നിഷ്ഠയോടും കൂടി താഴ്മയോടും കൂടി ജീവിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായ ദാസനാണ് പാസ്റ്റർ അച്ചൻകുഞ്ഞ്. അങ്ങനെ എന്നോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, കർത്താവേ സ്തോത്രം, ഇതെന്താണ് അങ്ങനെ എന്നോട് പറയാനെന്നുള്ള കാര്യം ഞാൻ ചിന്തിച്ചു. ദൈവത്തിന് സ്തോത്രം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇരുന്നിട്ട് പിന്നെ രാവിലെ വിചാരിച്ചു. മനസ്സിൽ പല ചിന്തകൾ വന്നു. എന്നാൽ അതെനിക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ അതെന്റെ സഹോദരി കലഞ്ഞൂര് നാത്തൂനുണ്ട്, അവളും TPM വിശ്വാസിയാ, അവൾക്കറിയാമായിരിക്കും എന്ന് വിചാരിച്ച് അവളും നല്ല കൃപയുള്ള ഒരു പൈതലാകുന്നു. ദൈവത്തിന് സ്തോത്രം. അവളോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ കണ്ടല്ലോ നാട്ടിലൊരു പാസ്റ്ററിനെ കുറിച്ച്, അദ്ദേഹം ഇത്ര ദൈവത്തിന് ഇഷ്ടനായ ദാസനാണ്, പക്ഷെ അദ്ദേഹത്തിനെ കുറിച്ച് ഇങ്ങനെ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു. അതെന്താണ് കണ്ടത്? അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, മാമ ഇത്രയും കാണിച്ചെടുത്ത് ബാക്കി കാര്യങ്ങൾ കർത്താവ് നമ്മളെ കാണിപ്പിക്കും, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ എന്റെ സഭയിലുള്ളതായ എന്നെ വളരെയധികം സ്നേഹിക്കുന്ന സ്വന്തം അനിയത്തിയെ പോലെ, ജ്യേഷ്ഠത്തിയെ പോലെ എന്നെ കരുതുന്ന അവളോട് ഞാൻ വിവരം പറഞ്ഞു. ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ ഇന്നാരെ കുറിച്ച് ഇങ്ങനെ ഒരു ദർശനം കണ്ടല്ലോ, അത് കാരണം എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ ഞാൻ ഇത് പറഞ്ഞു. അവള് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, ഇത്രയും കാണിച്ച കർത്താവ് ബാക്കി എന്താണെന്നുള്ളത് അത് നമ്മളെ അറിയിക്കും, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞങ്ങൾ 3 പേരും പ്രാർത്ഥിച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ നാത്തൂനുടൻ തന്നെ എനിക്ക് ഫോൺ ചെയ്തിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോ പറഞ്ഞു, അമ്മാമ്മ കണ്ട സ്വപ്നം ഇതായിരുന്നു. കാരണം യേശുപ്പച്ചന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസനെ വിളിച്ചിട്ട് സെൻട്രൽ പാസ്റ്റർ ആക്കി, അതാണ് അമ്മാമ്മയെ കാണിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒത്തിരി സന്തോഷിച്ചു. അപ്പൊ ആ പാസ്റ്ററിനെ കുറിച്ച് പിന്നെ അവള് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, 2009 എന്റെ മകളുടെ കല്യാണം നടന്നത് കുണ്ട്ര ഫെയ്ത്തോമി വെച്ചായിരുന്നു. അന്ന് ആ പാസ്റ്റർ ആയിരുന്നു അച്ചൻകുഞ്ഞ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞാൻ ഇതൊക്കെ ഓർക്കുന്നില്ല. അന്നേരം അദ്ദേഹമായിരുന്നു മോടെ കല്യാണം നടത്തിയത്. അദ്ദേഹത്തിന് ഒരു അനിയനുമുണ്ട്, അവരിരട്ടയായിരുന്നു, അച്ചൻകുഞ്ഞും അനിയൻ കുഞ്ഞും. അവർ 2 പേരും പാസ്റ്റേഴ്സ് ആണ്. ഈ പാസ്റ്ററിനെ ഒരു പ്രാവശ്യം സെൻട്രൽ പാസ്റ്റർ ആക്കാൻ ഞങ്ങളുടെ ഇതില് പറഞ്ഞതാണ്. അപ്പൊ തന്നെത്താനെ ഈ പാസ്റ്റർ ഇല്ല, എനിക്ക് സെൻട്രൽ പാസ്റ്ററിന്റെ പോസ്റ്റ് വേണ്ടെന്നും പറഞ്ഞ് മന ചെയ്തതാണ്. അപ്പൊ ഞങ്ങളുടെ ഇവിടെ നമ്മുടെ മറ്റുള്ള സഭകളിലെ പോലെ പാസ്റ്റർ അങ്ങനെ എടുക്കുന്ന അതല്ല. അവിടെ ചെന്നൈയില് സെൻട്രലില് ഓർഡിനേഷൻ അത് പ്രാർത്ഥിച്ച് കർത്താവ് അതൊരു അത്ഭുത ഇതായിട്ടാണ് അവിടെ നടക്കുന്ന. സെൻട്രൽ പാസ്റ്റർ ആയാലും പാസ്റ്റേഴ്സിനെ പ്രദേശിനെ എല്ലാം എടുക്കുന്ന അതൊരു പ്രത്യേക ഇതാണ്. അപ്പൊ അതുകൊണ്ടാണ് കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട ദാസനും അതിന് യോഗ്യനുമാണ്, അതുകൊണ്ട് ഇങ്ങനെ ആകണമെന്ന് എന്നെ കാണിച്ചത്. അത് കഴിഞ്ഞേച്ച് ഞാൻ അപ്പൊ എന്നോട് അവർ 2 പേരും പറഞ്ഞു, പാസ്റ്ററിനെ വിളിച്ച് അമ്മാമ്മ ഒന്ന് പറ, പാസ്റ്റർ ഇങ്ങനെ
പാസ്റ്റിനെ കുറിച്ച് അമ്മാമ്മയെ ഇങ്ങനെ കാണിച്ചെന്ന്. അപ്പൊ അദ്ദേഹത്തിന് സന്തോഷമാകുമെന്ന് പറഞ്ഞു. അന്നേരം ഞാനും വിചാരിച്ചു എനിക്കും അപ്പച്ചനോടൊന്നും മിണ്ടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വിളിച്ചപ്പോ ഞാനിങ്ങനെ അന്നേരം ഫോൺ എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇന്നതുപോലെ ഇരിക്കുന്ന അപ്പച്ചനെ കുറിച്ച് ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു. അന്നേരം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അപ്പച്ചനെ ഏറ്റവും വിശ്വസ്തയോടും അനുഗ്രഹത്തോടും ദേശത്തോടും കൂടി വിശ്വസ്തയോടും ജീവിക്കുന്ന ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദാസനാണ് പാസ്റ്റർ അച്ചൻകുഞ്ഞെന്ന് എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് അദ്ദേഹത്തിന് വീണ്ടും ചോദിച്ചു പറഞ്ഞു. അങ്ങനെ ഒത്തിരി സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ഇക്കാര്യം എന്നോടും കർത്താവ് പറഞ്ഞെന്ന് പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ കാണിച്ച സ്വപ്നം എന്നോട് പറഞ്ഞു. ചീഫ് പാസ്റ്റർ, ചെന്നൈയിലെ ചീഫ് പാസ്റ്റർ അദ്ദേഹത്തിനും ഫോൺ ചെയ്തേച്ച് പറഞ്ഞു പാസ്റ്റർ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം അത്രയും പറഞ്ഞു. അപ്പൊ പാസ്റ്റർ എന്ത് ചെയ്തു, ഉടൻ തന്നെ താനെ ഫോണും വെച്ചിട്ട് ചെന്നൈക്ക് ചെന്നപ്പോ അവിടെ എല്ലാം പാസ്റ്റേഴ്സും എല്ലാം നിൽക്കുന്നുണ്ട് ഇഷ്ടം പോലെ. അപ്പൊ അവരെ കണ്ട് ഈ അച്ചൻകുഞ്ഞു പാസ്റ്ററും അവരെല്ലാം കൂടെ പുള്ളിയോട് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുക. അന്നേരം ചീഫ് പാസ്റ്റർ പറഞ്ഞു പാസ്റ്ററിനെ ഞാൻ അവിടെ നിന്ന് വർത്താനം പറയാനല്ല വിളിച്ചത്, ഞാൻ ഇവിടെ വിളിപ്പിച്ചത് പാസ്റ്ററിനെ ഇവിടെ എനിക്ക് സെൻട്രൽ പാസ്റ്റർ ആക്കാനാണെന്ന്. അതിനാ വിളിപ്പിച്ചെന്നും പറഞ്ഞ് കയറി വിളിപ്പിച്ചു കൊണ്ടുപോയി. അപ്പൊ അദ്ദേഹത്തിനെ അങ്ങനെ കാണിച്ചു. ദൈവത്തിന് സ്തോത്രം. പിന്നെ വേറെ ഒരു പാസ്റ്ററിനെ കൊണ്ട് കാണിപ്പിച്ചു. അദ്ദേഹത്തിനോട് ദൈവം പറഞ്ഞു ഇദ്ദേഹത്തിനെ സെൻട്രൽ പാസ്റ്റർ ആക്കാനാണെന്ന്. അങ്ങനെ ഈ 3 കാര്യവും കേട്ടിട്ട് അപ്പോഴ് അദ്ദേഹം പിന്നെ അങ്ങനെ സെൻട്രൽ പാസ്റ്റർ ആയി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഓരോ കാര്യങ്ങളും. പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്ന പ്രകാരം ഞാൻ അത്രയും ആയി തീർന്നിട്ടില്ല. എന്നിൽ കൂടി കർത്താവിന് എന്തെല്ലാം പ്രയോജനങ്ങൾ, അനേകർക്ക് പ്രാർത്ഥിച്ചാൽ വിടുതലും എല്ലാം ഉണ്ട്. അതിനുവേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാനുള്ളതായ. എന്നാൽ ഇടയ്ക്കൊക്കെ ഞാൻ എൻ്റെ ഭോപ്പാലിൽ വന്നതിന് ശേഷം വേറെ ഒരു സഹോദരിയുമായിട്ടൊക്കെ ഇങ്ങനെ വീടുകളിലൊക്കെ പോയി സുവിശേഷം പറയാനും എല്ലാ സമയങ്ങളും ദൈവം തന്നായിരുന്നു. ആ സമയത്ത് പോയി. എന്നാൽ ഇപ്പോൾ എനിക്ക് എൻ്റെ വാർദ്ധക്യമൊന്ന് പറയാം. പക്ഷെ ഞാൻ ഇതുവരെ എനിക്ക് ഇത്രയും പ്രായമുണ്ടെങ്കിലും ഞാൻ വാർദ്ധക്യം പറയാറില്ല. കാരണം 40 കൊല്ലം മിസ്രൈം ദേശത്ത് നിന്ന് ഇസ്രയേല്യരെ കൊണ്ടുവന്നപ്പോ അവർക്കൊരു പഴക്കവും കൊണ്ടായില്ല. 40 വർഷം ചപ്പല് പോലും തേഞ്ഞിട്ടില്ല, ഒന്നും പഴകിയിട്ടില്ല. ആയതിനാല് അതെല്ലാം വാർദ്ധക്യവും ഇതെല്ലാം ദൈവത്തിന്റെ കയ്യിലുള്ളതാണല്ലോ. വാർദ്ധക്യം വരെയുള്ള കാലത്ത് നമ്മളെ ചുമക്കാവുന്ന കർത്താവ് വാഗ്ദത്തം ചെയ്തു. ആ വാഗ്ദത്തത്തിൽ അടിയുറച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇനിയും എനിക്ക് 2019 സാക്ഷ്യങ്ങൾ ഒരുപാടുണ്ട്. അത് ഇടയ്ക്ക് പറയേണ്ടതൊന്നും പറഞ്ഞിട്ടില്ല, കാരണം അതൊക്കെ ചെറുത്. ഇത് തന്നെയും ഇതാണല്ലോ. ദൈവത്തിന് സ്തോത്രം. എല്ലാം ദൈവം അറിയുന്നു. 2019 ജൂലൈ 8 ഞാൻ ഇവിടെ നിന്ന് ദുബൈയിൽ എൻ്റെ മകളുടെ ഡെലിവറിക്കായിട്ട് ഞാൻ പോയി. അപ്പൊ പോകുന്ന സമയത്ത് അവക്ക് മൂത്ത ഒരു മോൻ 8 വയസ്സുള്ളതുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞിനെയും നോക്കണം. അങ്ങനെയുള്ള ഇതിനായിട്ട് പോയി. എന്നാൽ അവൾക്ക് BP ഒന്നും ഇല്ലായിരുന്നു. ഒരു ദിവസം 22-ാം തീയതി അവിടെ അവൾക്ക് BP ഒത്തിരി കൂടുന്നതിനും തലവേദനയും ആയിട്ട് അതിഭയങ്കരമായ കഷ്ടത്തിലായി. അപ്പോൾ ഉടൻ തന്നെ ഞങ്ങൾ അവിടെ അവളെ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ ഞാനും മരുമോനും കൂടെ പോയി. ഹല്ലേലൂയ, സ്തോത്രം. ആ സമയത്ത് അവളെ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ അവിടെ ഇല്ലായിരുന്നു, അവർ ലീവിൽ പോയി. എന്നാലും മറ്റുള്ളവർ നോക്കിയപ്പോൾ അവിടെ കുഞ്ഞിന്റെ മൂവ്മെന്റ് ഒത്തിരി കുറവായിരുന്നു. അങ്ങനായി അവർക്ക് ഫസ്റ്റ് ഡെലിവറി അവിടെ സിസറായിരുന്നു. ആയതിനാല് ഇപ്രാവശ്യം സെക്കൻഡും അവർ അതേ ചെയ്യുകയുള്ളൂ, കാരണം നോർമൽ എടുക്കാൻ പ്രയാസമായതുകൊണ്ട്. എന്നാലും കുഞ്ഞിന്റെ ചലനമില്ലാത്തത് കൊണ്ട് അവർക്ക് ഓപ്പറേഷൻ ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടായി. അവിടുന്ന് ഞാൻ അവിടെ ഉള്ളതായ പാസ്റ്റേഴ്സിനോടെല്ലാം വിളിച്ചു പറഞ്ഞു. അവിടെ മദറും അവരെല്ലാരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങളും ഇരുന്ന് കണ്ട് ഹോസ്പിറ്റലിൽ ഇരുന്ന് ഞാനും അതേ നോബിളും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു കണ്ടിരുന്നു. കർത്താവെ അവരിപ്പം വിളിക്കും. അപ്പൊ അവർ ആദ്യം പറഞ്ഞു 12-ന് എടുക്കാം, പിന്നെ 10-ന് എടുക്കാം, ഇങ്ങനെല്ലാം ഒന്നുമില്ല. കാരണം കുഞ്ഞിന്റെ മൂവ്മെന്റ് നോക്കിയിട്ടെങ്ങും അവർക്ക് കിട്ടുന്നില്ല. അത്രയും മൂവ്മെന്റ് ശരിക്ക് കിട്ടാതെ കൊണ്ട് അവരത് ചെയ്യത്തുമില്ല. ഞങ്ങൾ ഇരുന്ന് കണ്ട് പ്രാർത്ഥിച്ചു. അവിടെ പാസ്റ്റേഴ്സ് ഇരുന്ന് പ്രാർത്ഥിച്ചു. അതെ, 1-1:30 മണിയായി.
അതെ കർത്താവ് അത്ഭുതമായിട്ട് അവർക്ക് കുഞ്ഞിന് മൂവ്മെന്റ് കിട്ടുന്നതിനിടയായി. അല്ലെങ്കിൽ അവൾക്ക് ഓക്സിജനും കൊടുത്തുകൊണ്ടിരുന്നായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നെ അവളുടെ ഓപ്പറേഷന് 23-ാം തീയതി രാവിലെയാണ് നടക്കുന്നത്. അങ്ങനെ ആ ഓപ്പറേഷൻ കഴിഞ്ഞു കർത്താവ് അത്ഭുതകരമായിട്ട് ഒരു മകനെ കൂടി കൊടുത്തു. അതെ, പോയി മറ്റുള്ളവരുടെ മുൻപിൽ ലജ്ജിക്കുന്നതിന് ദൈവം ഇടയാക്കിയില്ല. നാം അവിടെയും മഹത്വപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. സ്തോത്രം സ്തോത്രം ചെയ്യുന്നു. മക്കളെ, ഞാൻ ഒന്നുകൂടി പറഞ്ഞു കൊള്ളട്ടെ. ഞാൻ എന്റെ കർത്താപ്പസിനോട് എന്ത് യാചിച്ചിട്ടുണ്ടോ അതൊക്കെയും എനിക്ക് തന്നിട്ടുണ്ട്. നിസ്സാര കാര്യം. അതെ, ഞാൻ ദുബൈയിൽ ചെന്നപ്പോ എനിക്ക് ഒത്തിരി ആഗ്രഹമുള്ളതായിരുന്നു. വൈറ്റ് സാരിയില് വെള്ള പ്രിന്റ് ഉള്ളതായ സെൽഫ് പ്രിന്റ് ഉള്ള സാരി, അതെനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ അത് മോളോട് പറഞ്ഞപ്പോ മോൾ എന്നെ കൊണ്ട് പോയി നോക്കി. അത് അവിടെ പോയി അത് വാങ്ങിച്ചു തരാൻ നോക്കിയപ്പോ അത് നല്ല ക്വാളിറ്റി ഒന്നും കിട്ടുന്നില്ല. അവൾ അത് പറഞ്ഞു, ഞാൻ മമ്മി ഇത് വാങ്ങിച്ചുകൊണ്ട് പോയി ഞാൻ സൽവാർ സൂട്ട് ഉണ്ടാക്കി. 2-3 പ്രാവശ്യം ഞാൻ അത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേ അത് പിഞ്ചിപ്പോയെന്ന് പറഞ്ഞു. അപ്പൊ ഇത് അത്ര നല്ലതല്ല, നല്ല ക്വാളിറ്റി നമുക്ക് വാങ്ങിക്കാവുന്ന. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ആഴ്ച ഞാൻ തിരിച്ച് ഇന്ത്യയിലോട്ട് വരികയുമായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയാൻ പോയില്ല. സാരമില്ല, നമുക്ക് എന്ത് ആവശ്യമുണ്ടോ അത് തമ്പുരാൻ തന്നോളും. അങ്ങനെ വിചാരിച്ച് അതിനെ വിട്ടു. അത് കഴിഞ്ഞേച്ച് അങ്ങനെ ഇരിക്കുമ്പോ മരുമോന്റെ അടുക്കല് നോബിളിനോട് പറഞ്ഞു, അവിടുത്തെ അമ്മച്ചിയ, പിന്നെ നോബിൾ ഒരു കാര്യം ചെയ്യണം, നീ അമ്മച്ചിമാരെ 2 പേരെയും കൊണ്ട് ഇവിടെ വരണമെന്ന് പറഞ്ഞു. എന്നെ കാണാതെ കൊണ്ട് പോവരുത് അവരെ. അപ്പൊ അവിടുത്തെ ബെയ്ത്തോം എന്ന് പറഞ്ഞ അവിടെ എല്ലാവർക്കും എല്ലാ ആരാധന IPC AG ചർച്ച്, ഓർ ചർച്ച് ഓഫ് ഗോഡ്, എല്ലാ ആരാധനയും TP എല്ലാവരും ഒരേ സ്ഥലത്ത് തന്നെയാണ്. അവർക്കെല്ലാം ടൈമിങ് കൊടുത്തിട്ടുണ്ട്. അവർ താമസിക്കുന്നത് അവരുടേത് വേറെ സ്ഥലമാണ്. അപ്പൊ അങ്ങനെ അവിടെ ഞങ്ങൾ പോയി അവിടെ ചെന്ന് ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് കഴിക്കാനും എല്ലാം. പക്ഷെ എന്നാ അവിടെ ചെന്ന് ആ മദറുമായിട്ട്, എസ്തേർ എന്നാണ് ആ മദറിന്റെ പേര്. ദൈവത്തിന് സ്തോത്രം. ആ മദറം വെച്ച് ഞങ്ങളുമായിട്ട് ഒത്തിരി സംസാരിച്ചെല്ലാം കഴിഞ്ഞ് ഞാൻ പോരുന്ന സമയത്ത് എനിക്ക് ഒരു പൊതിക്കെട്ടെടുത്ത് കയ്യിൽ തന്നിട്ട് എന്നോട് പതുക്കെ പറഞ്ഞു, ഇത് നല്ല മെയ്ഡ് ഇൻ ജപ്പാന്റെ സെൽഫ് പ്രിന്റ് ഉള്ള വെള്ള സാരിയാണെന്ന് പറഞ്ഞു. ഞാൻ ഇത് കേൾക്കാൻ വാസ്തവത്തില് എന്റെ ഹൃദയത്തിന് ആനന്ദം കൊണ്ട് ഞാൻ കരഞ്ഞുപോയി. ഞാൻ ഒന്ന് വിചാരിച്ച്, കർത്താവേ, ഞാൻ അന്നിത് ആഗ്രഹിച്ചതായിരുന്നു, അത് ഇതിലും മേന്മയായത് എനിക്ക് തരുവാനായിരുന്നല്ലോ അന്ന് കർത്താവ് അത് തരാതിരുന്നതെന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, സത്യം പറഞ്ഞ എന്റെ കാര്യങ്ങൾ പറഞ്ഞ ആർക്കും വിശ്വാസം വരികയില്ല എന്ന് തോന്നും. അതുപോലെ അത്ഭുതകരമായിട്ട് ഓരോ കാര്യങ്ങളിലും കർത്താവ് എനിക്ക് വേണ്ടി വഴി ഒരുക്കും. ഒരു സാധനം വേണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുമോ അത് ആരിൽ കൂടിയെങ്കിലും ദൈവം തന്നു നടത്തുന്നു. എന്റെ കർത്താവിന് കൂടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്നതിന്റെ പ്രിയ ദൈവമക്കളെ, സഹോദരങ്ങളെ, ഈ ദൈവം എന്നും നമ്മുടെ ദൈവമാവുന്നു. അവൻ നമ്മളെ ജീവപര്യന്തം വഴി നടത്തുവാൻ ശക്തനാണ്. മനുഷ്യരിൽ ആശ്രയിക്കുന്നത് വ്യർത്ഥമാകുന്നു. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആ നിത്യജീവങ്ങളിലേക്ക് പോകുവാൻ എല്ലാവരും ഒരുങ്ങണം. അത് മാത്രമാണ് എന്റെ വാഞ്ചയും ആഗ്രഹവും. അതിനായി ഞാൻ എന്റെ സഹോദരങ്ങളെ, എന്നെ ശ്രമിക്കുന്നതായ പ്രിയ ദൈവജനമേ, നിങ്ങളെ എല്ലാവരെയും അതിനായി ആഹ്വാനം ചെയ്യുന്നു. കർത്താവ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാകുന്നു. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. അത് വിശ്വസിച്ചില്ലെങ്കിൽ നമുക്ക് സംഭവിക്കുകയില്ല. എന്ത് കാര്യങ്ങളാകട്ടെ, ഏത് ക്യാൻസറോ ഏത് രോഗങ്ങളാകട്ടെ, അത് വന്നാൽ കർത്താവിന് കഴിയാത്ത ഒന്നുമില്ല. മരിച്ചലാസറിനെ ഉയർപ്പിച്ച കർത്താവ് നമുക്ക് വേണ്ടി ഇന്നും ആ ദൈവം ജീവിക്കുന്നു. ഈ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? അത് നമുക്ക് യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞുകൊണ്ട് ആദ്യം വരെയും കർത്താവിന്റെ വരവ് വരെയും ആ നിത്യതയിൽ കാണും വരെയും കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തിട്ട്, പ്രിയ ദൈവമക്കളെ, ഇത്രയും നേരം എനിക്ക് വേണ്ടി സമയം തന്ന കർത്തൃദാസിക്കും കുടുംബത്തിനും അതേ ദൈവമക്കൾക്കും എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ദൈവമക്കളെ, എനിക്ക് വേണ്ടിയും എന്റെ കുഞ്ഞുങ്ങൾക്ക്, എന്റെ മകൻ ഇവിടെയുണ്ട്. മൂത്ത മകന്റെ കൂടാണ് ഞാൻ താമസിക്കുന്നത്. അവനും ഒരു മോനും ഒരു മോളുമാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. അവരും കുടുംബമായി ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നു. ഹല്ലേലൂയ. മകൾ ദുബൈയിൽ നിന്ന് ചെന്നൈയിൽ വന്നു.
അവളും അവിടെ ആയിരിക്കുന്നു. അവളുടെ പൈതങ്ങളുമായി കർത്താവ് അവരെയും അവിടെ ക്ഷേമത്തോടുകൂടി നടത്തുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ജോയ്സ് ടിവിയെ കേൾക്കുന്ന ശ്രമിക്കുന്നതായ ദൈവമക്കളെ, ഇത് യഹോവയാൽ സംഭവിച്ച് നമ്മളുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് പറഞ്ഞ പ്രകാരം ഇങ്ങനെ ഈ ചാനലുകളെ ഒക്കെ കർത്താവ് മുന്നമേ കണ്ടിരുന്നു. അനേകരുടെ അടുക്കൽ ഈ സാക്ഷ്യങ്ങള് അത് ജീവൻ തരുന്നതാകുന്നു. ഇത് യഹോവയുടെ വചനം അത് എന്നും ജീവനും ചൈതന്യം ഉളവാക്കുന്നതാകുന്നു. അത് അത്ഭുതങ്ങൾക്ക് ജ്ഞാനം പകർന്നു കൊടുക്കുന്നതാകുന്നു. ഇതെല്ലാവരും കേട്ട് കർത്താവിന്റെ സന്നിധിയിൽ അന്ത്യവരെയും വിശ്വസ്തയോടെ ജീവിക്കാൻ തക്കണം അനേകരെ ഒരുക്കുന്നതിനായി ഈ ചാനലിനെ കർത്താവ് മുഖാന്തരമാക്കിയതിനായി സ്തോത്രം. കർത്തൃദാസിയെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും കർത്തൃദാസിനെയും അനുഗ്രഹിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. അടിയനെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ ചുരുങ്ങിയ സാക്ഷിയിൽ നിന്നും താങ്ക് യു ആന്റി. കർത്താവ് സഹായിക്കട്ടെ. ഇത്രത്തോളം ആന്റിയുടെ പ്രായത്തിലും ഈ അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യം ദൈവം നടത്തിയ പരമനാഥൻ നടത്തിയ വിധങ്ങൾ ആ ബന്ധങ്ങളെ കുറിച്ച് സംസാരിക്കാന് ആന്റിയെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. ശരീരത്തിൽ കർത്താവിനെയും ബലപ്പെടുത്തട്ടെ. കർത്താവ് യേശുവിന്റെ നാമത്തില് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീരട്ടെ. പിന്നീട് ആന്റി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് നന്ദി ഹൃദയത്തോടുകൂടി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഇത്രത്തോളം അവിടുന്ന് നല്ലവനും വിശ്വസ്തനുമായി കൂടെ ഇരുന്നു. ഞങ്ങളുടെ സിസ്റ്റം നെറ്റ്വർക്ക് എല്ലാം കർത്താവേ, ക്ലൈമറ്റിനെയും എല്ലാം അവിടുന്ന് അനുകൂലമാക്കി തന്ന കർത്താവിന് കൂടെ ഓടി സ്തോത്രം. കർത്താവേ, ജോയ്സ് ടിവിയിൽ കൂടി ശ്രമിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. അവർക്ക് ആർക്കെല്ലാം എന്ത് ആവശ്യങ്ങളുണ്ട് കർത്താവെ അതെല്ലാം നിറവേറ്റി കൊടുക്കണമേ. ആരെല്ലാം രോഗത്താൽ ദുഃഖങ്ങളാൽ വലയുന്നു അവരെ അതിൽ നിന്നൊക്കെയും വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അവിടുത്താൽ കഴിയാത്ത ഒരു കാര്യമില്ലല്ലോ കർത്താവെ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കണ്ടുകൊണ്ട് ആ നന്മയെ അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ കർത്താവ് എല്ലാവർക്കും സഹായിക്കണമേ. ഹല്ലേലൂയ. കർത്താവെ, ഇഴയാകുന്നതിനെയും എന്റെ കുടുംബത്തെയും ഹല്ലേലൂയ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഇത്രത്തോളം കർത്താവിന്റെ കരം പിടിച്ച് നടത്തി ഹല്ലേലൂയ ഒരിയാടാ കഴുതയെ കൊണ്ട് സംസാരിപ്പിച്ച കർത്താവ് എനിക്ക് വേണ്ടി അവിടുന്ന് പ്രവർത്തിച്ചതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വീണ്ടും വീണ്ടും നന്ദിയോട് സ്തുതിക്കുന്ന സമസ്ത കാര്യങ്ങൾ തൃക്കരങ്ങളിൽ പരവേൽപ്പിക്കുന്നു. ഹല്ലേലൂയ. മാനവും മഹത്വവും അങ്ങേക്ക് തീർന്നു. കൃപയോടെ കേട്ട് ഉത്തരവിടണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു.